العطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على أشرف خلق الله وعلى آله وصحبه الفائزين برضا الله. أما بعد، سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما خلقت الجن والإنس إلا ليعبدون. صدق الله مولانا العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد وأنت سر نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي. إني إذا مسني ضيم يروعني أقول يا سيد السادات يا سندي. വാലമോ ഉമ്മത്ത മുഹമ്മദ്. അഭിവന്ദ്യരായ ഉലമാക്കളെ, മറ്റ് സഹോദര സഹോദരിമാരെ, നമ്മുടെ ഖാദിരിയ ദിക്റിൻ്റെ ആണ്ടിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഒരു പരിപാടിയിലാണ് നാം നിലകൊള്ളുന്നത്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് നമുക്കിവിടെ വിശകലനം ചെയ്യാറുള്ളത്. എന്തുകൊണ്ടും വളരെയേറെ പ്രാധാന്യം ഈ വിഷയത്തിനുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. മനുഷ്യരെ സംബന്ധിച്ച് ഉള്ള അറിവ് നമുക്ക് അനുഭവജ്ഞാനത്തിലൂടെ പ്രത്യക്ഷമായി ബോധ്യപ്പെട്ട ഒന്നാണ്. മനുഷ്യൻ എന്നൊരു വിഭാഗം ഈ പ്രപഞ്ചത്തിലുണ്ട്. ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള പഠനാർഹമായ വിഷയങ്ങൾ പലതും നമുക്ക് മുമ്പിലുണ്ട്. മനുഷ്യ ബുദ്ധിയുടെയും അവൻ്റെ ഇന്ദ്രിയങ്ങളുടെയും അപ്പുറത്ത് പലവിധ അത്ഭുതങ്ങളും കാഴ്ചകളും ഉണ്ട് എന്നത് ആധുനിക ശാസ്ത്രമനുസരിച്ചുകൊണ്ട് തന്നെ തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. നാം കാണാത്ത പലതും നമുക്ക് മുന്നിലുണ്ട് എന്നല്ല, നമ്മോട് ഒപ്പം തന്നെയുണ്ട്. രോഗം വരുത്തുന്ന നിരവധി ബാക്ടീരിയകൾ നമ്മോടൊപ്പമുള്ളത് നാം കാണാറില്ല. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ളത് നാം കാണാറില്ല, അറിയാറില്ല. നിശ്ചയിക്കപ്പെട്ട ടെസ്റ്റിലൂടെ മാത്രമേ അത് ബോധ്യപ്പെടൂ. എന്നല്ല, എത്ര വലിയ ബിരുദധാരിയായ ഡോക്ടറാണെങ്കിൽ പോലും നിശ്ചയിക്കപ്പെട്ട
ആ പരിശോധനയിലൂടെ മാത്രമേ അത് കണ്ടുപിടിക്കാനൊക്കൂ എന്നാണ് വാസ്തവമെങ്കിൽ, മനുഷ്യദൃഷ്ടിക്ക് ഗോചരമല്ലാത്ത അല്ലെങ്കിൽ മനുഷ്യബുദ്ധിക്ക് പ്രത്യക്ഷ ബുദ്ധിക്ക് കണ്ടെത്താൻ കഴിയാത്ത നിരവധി വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമുണ്ട് എന്ന് നാം വിശ്വസിച്ചേ പറ്റൂ. അതിനെ നിഷേധിക്കുന്നവൻ ബുദ്ധിശൂന്യനാണ്. അതിൽ കുറേ കാര്യങ്ങളൊക്കെ ആധുനികമായ കണ്ടുപിടുത്തങ്ങളിലൂടെ ഗവേഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിലും ഇനിയും എത്രയോ അത്ഭുതങ്ങൾ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, സനുരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖ്. ലോകത്തിൻ്റെ ഉപരിഭാഗങ്ങളിൽ പല ഭാഗത്തും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ പിന്നീട് നാം പ്രകടമാക്കിക്കൊണ്ടിരിക്കും. അവർക്കത് കാണാൻ കഴിയും. ഇന്ന് നിങ്ങൾ കാണുന്നതല്ല, ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതകളെക്കാളെല്ലാം അപ്പുറം മറ്റു പല വസ്തുക്കളും ഉണ്ട് എന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്, അഥവാ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രത്യേകമായ യാതൊരു പ്രാധാന്യവും അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഈ സമൂഹത്തിനോട് പഠിപ്പിച്ച നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിലൂടെ പറയും. മാത്രമല്ല, അന്ന് വാഹനമായി ഉപയോഗിച്ചിരുന്നത് കഴുതകളും ഗോവർ കഴുതകളും കുതിരകളും ഒക്കെയാണ്. ഇന്നത്തെ പോലെയല്ല. അന്ന് ഒരു കുതിരയുള്ള വീട്ടുകാരൻ വാഹനമായി കൊണ്ട് തൻ്റെ വീട്ടിൽ കുതിരയാണെങ്കിൽ ഇന്ന് ഒരു മെഴ്സറീസ് വണ്ടിയുള്ള ആരുടെ സ്ഥാനത്തായിരിക്കും അയാൾ കരുതപ്പെടുക. സാധാരണക്കാരൻ്റെ വാഹനം ഒട്ടകമാണെങ്കിൽ പാവപ്പെട്ടവൻ്റെ വാഹനം കഴുതയാണെങ്കിൽ, ആ സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെ ഖുർആൻ പറയുന്നുണ്ട്, വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബു അലൈഹാ വയഖ്ലുഖു മാ ലാ തഅലമൂൻ. നിങ്ങൾ ഇന്ന് വാഹനമായി പരിഗണിക്കുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്നത് കഴുതകളും കുതിരകളും അതുപോലെ തന്നെ ഒട്ടകങ്ങളുമാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉൾക്കൊള്ളാത്ത നിരവധി വാഹനങ്ങളും അതിനോടനുബന്ധിച്ച വസ്തുതകളും പിന്നീട് അള്ളാഹു ഇവിടെ നിർമ്മിക്കാൻ പോകുന്നുണ്ട്. ആ ഖുർആന്റെ പ്രഖ്യാപനം എന്തെന്ന് സ്വഹാബത്തിനോ താബീകൾക്കോ മനസ്സിലായില്ല, അനുഭവത്തിലൂടെ മനസ്സിലായില്ല. പക്ഷേ നമുക്കത് ബോധ്യപ്പെട്ടു. ഖുർആനിലാ പറഞ്ഞത്. ഇന്ന് നമുക്ക് കാറ്, ബസ്, ട്രെയിൻ, അതുപോലെ തന്നെ ഹെലികോപ്റ്റർ, ഫ്ലൈറ്റ്, അതുപോലെ തന്നെ റോക്കറ്റുകൾ, ഇതെല്ലാം തന്നെ വന്നപ്പോൾ ഖുർആൻ ആ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെട്ടു. ഇനി നമുക്ക് ശേഷമുള്ള മറ്റൊരു തലമുറ വന്നാൽ അവർക്ക് അതിലപ്പുറം പലതും കാണാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മനുഷ്യ ദൃഷ്ടിക്ക് ഗോചരമായത് മാത്രമേ വിശ്വസിക്കൂ എന്നുള്ള വാദത്തിൻ്റെ അടിത്തറയാണ് ആദ്യമായിക്കൊണ്ട് ഞാൻ തുറന്നു കാണിക്കുന്നത്, പൊളിക്കുന്നത്. മനുഷ്യദൃഷ്ടിക്ക് ഗോചരമല്ലാത്ത പലതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട പ്രവാചകന്മാരിലൂടെയാണ്. പ്രവാചകന്മാർ മുഖേന അള്ളാഹു ഈ ലോകത്തിന് നൽകിയ വിശുദ്ധ ഖുർആനാകുന്ന ഗ്രന്ഥത്തിലൂടെ, അല്ലെങ്കിൽ തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ പോലുള്ള ഗ്രന്ഥങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്രവാചകന്മാരുടെ അധ്യാപനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട വസ്തുതകൾ അതൊന്നും തന്നെ നിഷേധിക്കാൻ കഴിയൂല. അതോടൊപ്പം തന്നെ സ്വഹീഹായ പ്രവാചക വചനങ്ങളിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പഠിപ്പിച്ച കാര്യങ്ങൾ, ഭാവിയെ സംബന്ധിച്ച് വരാനിരിക്കുന്ന കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ അതുപോലെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നറിയാം. സഹാബത്തിന് അത് ബോധ്യപ്പെട്ട വസ്തുതയാണ്.
ജീവിതകാലത്ത് തന്നെ വരാനിരിക്കുന്ന ഭാവിയെ സംബന്ധിച്ച് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എത്രത്തോളം? മസ്ജിദുൻ നബവി പുനർനിർമ്മിക്കുന്ന അവസരം. സ്വഹാബികൾ ശ്രമദാനത്തിലൂടെയാണ് ആ പള്ളി നിർമ്മാണത്തിന് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്. പള്ളിയുടെ ചുമര് കെട്ടാൻ വേണ്ടി കല്ലുകൾ ചുമക്കുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട മഹാനായ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. എല്ലാവരും ഓരോ കല്ല് വീതം ചുമക്കുമ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു 2 കല്ല് വീതം ചുമന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമ്മാറെ, നിനക്ക് 2 ആളുടെ പവർ ഉണ്ട് കേട്ടോ. 2 ആരോഗ്യവാന്മാരുടെ പവർ ഉണ്ട് നിനക്ക്. കാര്യം അങ്ങനെയൊക്കെ ആണെങ്കിലും എന്നെക്കുറിച്ചൊരു പ്രവചനം എനിക്ക് നൽകാനുണ്ട്. തഖ്തുലുക അൽ ഫിഅത്തുൽ ബാഗിയ, അക്രമികാരികളായ ഒരു വിഭാഗത്തിൻ്റെ കരങ്ങളാൽ നീ കൊല്ലപ്പെടും അമ്മാറേ. ആരംഭ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അതുപോലെ തന്നെ സിഫീൻ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ എതിരാളികളായ പട്ടാളത്തിൻ്റെ വാളിൻ തുഞ്ചിലൂടെ ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോൾ ആ അവസരത്തിൽ അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദർഭത്തിലും അവിടെ ഹാജറായി. 30 കൊല്ലങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി വഫാത്തായി ഏതാണ്ട് 30 കൊല്ലങ്ങൾക്ക് ശേഷം ഒരു ഗ്ലാസ് പാല് അമ്മാർ റളിയല്ലാഹു ലഭിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, അമ്മാറെ, ഇത് നിൻ്റെ അവസാനത്തെ പാനീയമാണ് കേട്ടോ, അത് നീ കുടിച്ചോ. ആ പാല് കുടിച്ചിട്ട് പിന്നീട് അമ്മാർ റളിയല്ലാഹു ഒന്നും ഭക്ഷിച്ചിട്ടില്ല, വഫാത്ത് ഷഹീദായി. ഖത്തീബുൽ ബഗ്ദാദി തൻ്റെ താരീഖ് ബഗ്ദാദിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നാം മനസ്സിലാക്കണം, അങ്ങനെ ഭാവിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞോ അതൊക്കെ അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ട ബഹുമാനപ്പെട്ട സ്വഹാബത്തിന് നബി എന്ത് പറഞ്ഞാലും അതിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ നബിയെ സംബന്ധിച്ച് അവർ പറഞ്ഞത് അസന്നിഗ്ധമായി കൊണ്ട് പറഞ്ഞു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ്ക മഅറൂഫുൻ മിനൽ ഫജ്രി സാതിഉ അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിമുഖിനാതുൻ മാ ഖാല വാഖിഉ. പ്രഭാതം പൊട്ടിവിടരുമ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു പ്രവാചകൻ ഞങ്ങളിലുണ്ട്. ആ പ്രവാചകനെ സംബന്ധിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയത്, അതെ, വലാലത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് മോചനം നൽകി ഞങ്ങൾക്ക് ഹിദായത്തിൻ്റെ ദിവ്യപ്രഭ നൽകിയ മഹാനായ ആ പ്രവാചകനെ സംബന്ധിച്ച് ഞങ്ങൾ സഹാബത്തിൻ്റെ ധാരണ എന്താണെന്നറിയാമോ? വെറും ഒരു സാധാരണ മനുഷ്യൻ എന്നല്ല. ഇമാം ബുഖാരി സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇത്. ഞങ്ങൾ സഹാബത്തിൻ്റെ ധാരണ, ആ നബിയെക്കുറിച്ചുള്ള വിശ്വാസം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഭാവിയെ സംബന്ധിച്ച് എന്ത് പറഞ്ഞുവോ അത് മുഴുവനും അതുപോലെ തന്നെ വന്ന് ഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. സഹാബത്തിൻ്റെ വിശ്വാസം മനസ്സിലായി. ആ സഹാബികളിലൂടെ നമ്മുടെ കയ്യിലേക്ക് വന്ന ബഹുമാനപ്പെട്ട പരിശുദ്ധ ഇസ്ലാമും ഖുർആനുമെല്ലാം. അവ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമല്ലാത്ത പലതും നാം അടിയുറച്ച് വിശ്വസിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് ഖുർആന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിച്ചത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നോതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അർത്ഥം എല്ലാവർക്കും അറിയും. ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് ഞങ്ങൾ കാവലിനെ തേടുന്നു. എന്നാൽ പിശാചിന്റെ ഉപദ്രവത്തെ സംബന്ധിച്ച് ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പുള്ള ജനവിഭാഗത്തിനും
വിശ്വാസമുണ്ടായിരുന്നു. പിശാചുക്കളെ കുറിച്ചുള്ള വിശ്വാസവും ധാരണയും മുൻപുള്ള ജനങ്ങൾക്കും വിശ്വാസമുണ്ടായിരുന്നു എന്നാ. ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ അവരും പിശാചിന്റെ ഷെറിൽ നിന്ന് അവർ കാവല് തേടിയിരുന്നു. പക്ഷേ അള്ളാഹുവിനോടല്ല, ജിന്നുകളോടാണ് അവർ കാവലെ തേടിയിരുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ അത് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയപ്പോൾ അത് ശ്രവിച്ച ഒരു വിഭാഗം ജിന്നുകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ചരിത്രമാണ് സൂറത്തുൽ ജിന്നിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമീനാ ഖുർആനൻ നജബാ. പറയണം നബിയെ, താങ്കൾ പറയണം, ഊഹിയ ഇലയ്യ, എന്നിലേക്ക് വഹയിറക്കപ്പെട്ടു. എന്താ വഹയിറക്കപ്പെട്ടത്? അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിൻ, ഖുർആനിനെ ഒരു സംഘം ജിന്നുകൾ അത് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉക്കാദ ചന്തയിൽ സുബ്ഹി നിസ്കരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ അവതരിച്ച് ആ പ്രവാചകത്വം കിട്ടിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ആകാശത്തിന് ഒരു വലയം നിർമ്മിച്ചു. അതായത് അതിന് മുമ്പുള്ള ജനവിഭാഗം ജിന്നുകളിൽ വിശ്വാസമുണ്ടായിരുന്നു. മുൻകാലഘട്ടത്തിൽ തന്നെ ജിന്നുകളെ സേവിക്കലും ജിന്നുകളുമായി കൊണ്ട് മനുഷ്യൻ ബന്ധപ്പെടലും ജിന്നുകളുടെ സഹായം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ എന്നല്ല, എല്ലാവരും അത് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ജിന്നുകളെ സേവിക്കുന്ന ജ്യോത്സ്യന്മാരുണ്ട്. ആ ജ്യോത്സ്യന്മാർക്ക് മറഞ്ഞ ചില കാര്യങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയും സ്വഭാവവും ജിന്നുകൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു. അവരാകാശത്തിലേക്ക് കയറിപ്പോകും. ജിന്നുകൾക്ക് കടക്കാൻ പറ്റുന്ന ഒരു ഇടമുണ്ട്. അവിടെ ചെന്നാൽ വാനലോകത്തുള്ള രഹസ്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ അവർ പല കാര്യങ്ങളും മലായിക്കത്തുകളുടെ സംഭാഷണത്തിൽ നിന്നും മറ്റുമായി കൊണ്ട് രഹസ്യങ്ങളായ ഭാവി വർത്തമാനങ്ങളെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കി അവരെ സേവിച്ചിരിക്കുന്ന ജിന്നുകൾ, അവരുടെ ഔലിയാക്കളാകുന്ന ആ ജ്യോത്സ്യന്മാരുടെ ചെവിയിലേക്ക് അവർ എത്തിച്ചു കൊടുക്കുന്നു. ആ ജ്യോത്സ്യന്മാരെന്നിട്ട് അത് പറയും. അവരുടെ അടുക്കലേക്ക് ഒരാൾ വന്നാൽ നിങ്ങളുടെ ഭാവിയിൽ ഇന്നത് സംഭവിക്കുമെന്ന് ആ ജ്യോത്സ്യം പറയും. അപ്പം അവരത് വിശ്വസിക്കും. കാരണം അതുപോലെ തന്നെ അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പം ആ ബോധ്യപ്പെട്ടാൽ അതിൽ റസൂലുള്ള പറയുന്നുണ്ട്, അങ്ങനെ ജിന്നുകൾ എത്തിക്കുന്ന വാർത്തകളിൽ ഒന്നേ സത്യം ഉണ്ടാകൂ, ബാക്കി 9 കളവായിരിക്കും. 10 കാര്യം പറഞ്ഞാൽ 1 സത്യമായിരിക്കും, ബാക്കി 9 കളവായിരിക്കും. ജ്യോത്സ്യനെ സംബന്ധിച്ച് അത് മതിയല്ലോ, 1 ശരിയായാൽ മതിയല്ലോ. ഇങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പല ജ്യോത്സ്യന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തെ സംബന്ധിച്ച് പ്രവചനം നടത്തുകയുണ്ടായി. ആ പ്രവചനത്തിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ വന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ആ പ്രവചനത്തിനോടൊപ്പം തന്നെയാണ് ധാരാളം അത്ഭുതങ്ങൾ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട റസൂലുള്ളാഹിന്റെ ജനനത്തോടുകൂടി. റസൂലുള്ള ജനിച്ചപ്പോൾ എന്താ സംഭവിച്ചില്ലേ? ലമ്മാ ലഹറ അമ്മൽ ബുസ്റ ലഅൽ ബുസ്റ കസ്റൻ കസ്റ ഫലത് സവാ വല സമാവാ അഹ്ലു അദവനാദു ഹദറാ സനൽ ജന്ന സാഹൽ ജിന്ന ജഅൽ മിന്ന തസ്റ തസ്റ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോണ്ടായ അത്ഭുതങ്ങളാണ് പറയുന്നത്. സാവാ തടാകം പറ്റി, സമാവാ ചരിവിൽ സമുദ്രതുല്യമായ ഒരു ഉറവ് പൊട്ടിയൊലിച്ചു,
ബുസ്ര പട്ടണം പ്രകാശിച്ചു. ഈ അത്ഭുതങ്ങളൊക്കെ ബോധ്യപ്പെട്ടപ്പോഴാണ് അതോടുകൂടി തന്നെ ആ ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങളും അവർക്ക് ബോധ്യമായി. അങ്ങനെ ഒരു തരം ഉടായിപ്പിലൂടെ ജീവിക്കുകയാണ് ജിന്നുകൾ. ആകാശത്ത് പോയി ചില രഹസ്യ വാർത്തകൾ അവർ കട്ടെടുത്ത് കൊണ്ടുവന്ന് ജ്യോത്സ്യന്മാർക്ക് അതിൽ ഒരു 9 നുണയും കൂട്ടി പറഞ്ഞു കൊടുത്ത് അവർ എന്നിട്ട് കുറേയൊക്കെ യാഥാർത്ഥ്യങ്ങൾ പുലരുമ്പോൾ ജനങ്ങൾ അവരെ ദൈവമാക്കി ചിത്രീകരിച്ച് അതോടൊപ്പം തന്നെ ഈ ജിന്നുകളെ ആരാധിക്കാനുള്ള ഒരു വേദി ഒരുക്കുകയും ചെയ്തപ്പോൾ ജിന്നുകൾക്ക് അത് വളരെ ഇഷ്ടമാണ്. ജിന്നെന്ന് ശൈത്താന്മാർ, ജിന്നിലെ ശൈത്താന്മാർ, അവർക്കത് വളരെ ഇഷ്ടമായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ തന്നെ ജിന്നുകളെ സംബന്ധിച്ച് അവർക്ക് ബോധമുണ്ട്, വിശ്വാസമുണ്ട്. ജിന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായം, ജിന്ന് എന്ന് പറയുന്നത് ആ വർഗത്തിലെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചാണ്. ആ വർഗത്തിലെ പിശാചുക്കളെ സംബന്ധിച്ചാണ് ശൈത്താൻ എന്ന് പറയുന്നത്. അപ്പൊ ശൈത്താൻ കാഫിറും ജിന്ന് മുസ്ലിമുമാണെന്നാണ് ഒരു വിഭാഗം ഉലമാക്കൾക്കുള്ള അഭിപ്രായം. അതിനെ ചിലർ പ്രബലമാക്കിയിട്ടും ഉണ്ട്. മുസ്ലിങ്ങൾ ജിന്ന്, ശൈത്താൻ എന്ന് പറയുമ്പോൾ അവർ കാഫിറുകൾ. രണ്ടും ജിൻസ് ഒന്ന് തന്നെ, സമൂഹം ഒന്ന് തന്നെയാണ്. ഇപ്പൊ ജിന്നുകളെ കൊണ്ട് കഴിയുന്നത് ശൈത്താന്മാരെ കൊണ്ട് കഴിയും, ശൈത്താന്മാരെ കൊണ്ട് കഴിയും ജിന്നുകളെ കൊണ്ടും കഴിയും. ഈ രണ്ട് വിഭാഗവും തമ്മിൽ മനുഷ്യരെ പോലെ തന്നെ വ്യത്യസ്ത വൈരികളാണ് അവർ, പരസ്പരം വിരോധികളാണ്. ചിലപ്പോഴൊക്കെ അവർ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവും, തല്ലും അടിയും പിടിയൊക്കെ ഉണ്ടാവും. ബഹുമാനപ്പെട്ട സഹാബാക്കളിൽപ്പെട്ട ചിലർ ഹജ്ജിന് പോകുന്ന മധ്യേ ഒരു പാമ്പ് മരിച്ചെടുക്കുന്നുണ്ട്. അവർ ആ പാമ്പിന് എന്ത് ചെയ്തു? കഫൻ ചെയ്ത് മറവ് ചെയ്തു. മറവ് ചെയ്തതിന് ശേഷം 2 സ്ത്രീ രൂപങ്ങൾ വന്ന് ഇവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് വലിയൊരു അനുഗ്രഹമാണ് ചെയ്തത്, വലിയൊരു പണിയാണ് നിങ്ങൾ ചെയ്തത്. ജിന്നുകളിൽപ്പെട്ട സറക്ക് എന്ന് പേരുള്ള ഒരു ജിന്നായിരുന്നു അത്. ആ ജിന്നിനെ ഒരു കാഫിറായ ജിന്നുമായി കൊണ്ട് അവർ പരസ്പരം ലഹള വെച്ചപ്പോൾ കാഫിർ ജിന്നിന്റെ അടിയേറ്റ് മരണപ്പെട്ട ആളാണ് ഈ ജിന്ന്. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത നല്ല പണിയാണ് എന്ന് അവരോട് വന്ന് പറഞ്ഞു എന്ന് റിപ്പോർട്ടുകളിൽ കാണാം. അപ്പോൾ അവർ പരസ്പരം വൈരികളാണ്, വിദ്വേഷമുള്ളവരാണ്. മുസ്ലിം ജിന്നുകളും ശൈത്താനുകളും തമ്മിൽ പരസ്പരം വിരോധികളാണ്. എന്നാൽ ആ ശൈത്താനാകുന്ന ആ കാഫിറായിരിക്കുന്ന ആ ശൈത്താന്മാരായ ജിന്നുകൾ, അവരെ സംബന്ധിച്ചാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് അല്ലാഹു തആല ഖുർആനിന്റെ ഓതുന്നതിന് മുമ്പ് തന്നെ തുടങ്ങാൻ പറഞ്ഞു. ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഖുർആൻ ഓതുമ്പോൾ ശൈത്താൻ റജീമായിരിക്കുന്ന റഹ്മത്തിനെ തൊട്ട് ദൂരത്താക്കപ്പെട്ട പിശാചിന്റെ ശറിനെ തൊട്ട് നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ തേടണം എന്ന് ഖുർആൻ പറയാം. അപ്പൊ ശൈത്താൻ ഉണ്ടെന്ന കാര്യം ഉറപ്പാലും ഇല്ലാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് കാവലിനെ തേടാൻ അള്ളാഹ് പറയൂ ഏതായിരുന്നാലും. അപ്പൊ ശൈത്താനും ജിന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞവർക്ക് തെറ്റി. ഖുർആന്റെ എതിരാണ് അവർ പറയുന്നത് എന്നാ. ശൈത്താനും ജിന്നും ഇല്ല എന്ന് പറയുന്നത് ഖുർആനെ മനസ്സിലാക്കാത്തവർ, അതല്ല ഖുർആന്റെ സ്പഷ്ടമായ വ്യക്തമായ എതിരുമാണ് ആ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ശൈത്താനുണ്ടെന്ന് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടു, ജിന്നുണ്ടെന്നും സ്ഥിരപ്പെട്ടു. എന്താ പറഞ്ഞത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ആരാധിക്കാനല്ലാതെ. ആയതുകൊണ്ട് എന്ത് വന്നു? മനുഷ്യരോട് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, അള്ളാഹ്ക്ക് ആരാധന ചെയ്യണം. ജിന്നിനോടുമുണ്ട്. അപ്പൊ ജിന്ന് നിസ്കരിക്കണം, ജിന്ന് നോമ്പ് നോക്കണം, ജിന്ന് ഹജ്ജ് ചെയ്യണം. അതുപോലെ സൽക്കർമ്മങ്ങളൊക്കെ ജിന്ന് ചെയ്യണം. ജിന്ന് മദ്യപിക്കാൻ പാടില്ല, ജിന്ന് വ്യഭിചരിക്കാൻ പാടില്ല. മനുഷ്യർക്ക് ബാധകമായെല്ലാം. കാരണം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 വിഭാഗത്തിനെയും പ്രവാചകരാണ്. ഇതേ 2 വിഭാഗം? നബിയു സഖലൈൻ,
ജിന്നിൻ്റെയും ഇൻസിൻ്റെയും പ്രവാചകരാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമീനാ ഖുർആനൻ നജബാ യഹ്ദി ഇലർ റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. ഖുർആൻ പറയുക, ഞങ്ങൾ അത്ഭുതകരമായ ഒരു വചനമാണ് ഞങ്ങൾ കേട്ടത്. ഖുർആൻ അത്ഭുതകരമായ വചനമാണ് ഞങ്ങൾ കേട്ടത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഖുർആൻ കേട്ടപ്പോൾ ജിന്നുകൾക്ക് അത് ഭയങ്കരമായ അത്ഭുതമായി തോന്നി. ഖുർആന്റെ സാഹിത്യ വൈഭവം ജിന്നുകൾക്ക് പോലും അത്ഭുതം വന്നു ഖുർആന്റെ സാഹിത്യം കണ്ടപ്പോൾ. ജിന്നുകൾ നല്ല സാഹിത്യകാരന്മാരുണ്ട്. ജിന്നുകളുടെ പല പാടിയ പദ്യങ്ങളുമുണ്ട്. പല സാഹിത്യത്തിൽ നമ്മുടെ ഭാഷാ പരിജ്ഞാനത്തിൽ ഭാഷാ പണ്ഡിതന്മാർ അറബി ഭാഷാ സാഹിത്യം പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ ജിന്നുകളുടെ പദ്യം വരെ അതിന് തെളിവായിക്കൊണ്ട് ഭാഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതായി കാണാം. മുഖ്തസറുൽ മആനിയിലൊക്കെ ഒരു ജിന്നിൻ്റെ പദ്യമാണ് ഫസാഹത്തിൻ്റെ അവിടെ ഉദ്ധരിച്ചേക്കുന്നത്. ജിന്നിയല്ലേ പദ്യമാണ്. ആ ജിന്നിയല്ലേ പദ്യം എന്താ? വഖബറു ഹർബിൻ ബിമകാനിൻ കാഫുറു വലൈസ ഖുർബ ഖബരി ഹർബിൻ ഖബറു. നമ്മുടെ മുഖ്തസറുൽ മആനിയിലുണ്ട്. വാക്കുകളുടെ വാചകങ്ങളിൽ അക്ഷരങ്ങളുടെ ആ സമവായത്വം പാലിക്കുന്ന വിഷയത്തിൽ അക്ഷരങ്ങൾ ഏകോപിച്ച് ഓരോ വാക്കുകളിലുമുള്ള അക്ഷരങ്ങൾ ഏകോപിച്ച് വരണമെന്നതിന് തെളിവായിക്കൊണ്ട് ജിന്ന് ചൊല്ലിയൊരു പദ്യമാണ് തെളിവായി മുഖ്തസറുൽ മആനിയിൽ കൊടുത്തത്. എന്താ പറഞ്ഞത്? വഖബറു ഹർബിൻ, കണ്ടോ? ഖബർ ഹർബ് ബിമകാനിൻ ഖഫർ വലൈസ ഖുർബ ഖബരി ഹർബിൻ ഖബറു. കണ്ടോ? എത്ര യോജിപ്പുണ്ട്. ഇത് ജിന്ന് ചൊല്ലിയ ബൈത്ത. ജിന്ന് ചെല്ലാൻ കാരണം എന്താണ്? ഹർബ് ബിൻ ഉമയ്യത്ത് എന്ന് പറയുന്ന വ്യക്തി, അയാളെ ജിന്നാണ് കൊന്നത്. ആരോരുമില്ലാത്ത ഒരു വിജനപ്രദേശത്ത് വെച്ച് ജിന്ന് ഒരൊറ്റ അട്ടഹാസം അട്ടഹാസിച്ചപ്പോൾ ആ ശബ്ദം കേട്ട് ഇയാൾ മരിച്ചുപോയി. ഒച്ച കേട്ടേക്ക് മരിച്ചുപോയി. ജിന്നിന്റെ ഒച്ച കേട്ടാൽ. അങ്ങനെ ആ ഹർബ് ബിൻ ഉമയ്യത്ത് മരണപ്പെട്ടതിന് ശേഷം ജിന്നുകൾ തന്നെ ആസ്വദിച്ച പാടുകയാണ്. ഞങ്ങൾ എന്താക്കി? ഹർബിനെ കൊന്നുകളഞ്ഞു. ആ ഹർബിന്റെ ഖബർ എവിടെയാണ്? ആരോരുമില്ലാത്ത, വെള്ളമോ അല്ലെങ്കിൽ പുല്ലുപുഷ്പങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത്, ഒറ്റപ്പെട്ട സ്ഥലത്താണ്. വലൈസ ഖുർബ ഖബരി ഹർബിൻ ഖബറു. എന്ത് രസാണ് ജിന്നിന്റെ പാട്ട്. കണ്ടോ? ഹർബിന്റെ ഖബറുള്ളവർക്ക് ആ സ്ഥലത്ത് വേറെ ഖബറൊന്നുമില്ല. ഹർബ് ഒറ്റപ്പെട്ട ഖബറിലാണ്. അപ്പൊ ജിന്നുകൾക്ക് സാഹിത്യത്തെ സംബന്ധിച്ച് പരിജ്ഞാനമുണ്ട്. ജിന്നുകളും പഴയ കാലത്ത് അറബികളെ പോലെ നിമിഷ കവികളായിക്കൊണ്ട് അറബി കവിതകൾ ചൊല്ലിയിരുന്നതായിക്കൊണ്ട് ധാരാളം റിപ്പോർട്ടുകളുണ്ട്. കുറച്ചൊന്നുമല്ല. ഇബ്നു അബ്ദുൽ ബർ ഇസ്തിആബിലും മറ്റും വളരെ വിശദമായിക്കൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിജ്ഞാനമുണ്ട്, അറബി ഭാഷയിൽ പരിജ്ഞാനമുണ്ട്, മറ്റ് വിവരങ്ങളുണ്ട് എന്നുള്ള കിതാബുകളിൽ കാണാം. ജിന്നുകളെ സംബന്ധിച്ച് അവർക്ക് വൈദ്യശാസ്ത്രവും അറിയാം. ഇതൊക്കെ അറിയണം ജിന്ന്. അപ്പൊ അങ്ങനത്തെ ജിന്നുകളെ മുൻകാലഘട്ടങ്ങളിൽ തന്നെ ആളുകൾ സേവിച്ചിരുന്നു, ഭയപ്പെട്ടിരുന്നു. ഒരു വിഭാഗം സേവിച്ചിരുന്നു, മറ്റൊരു വിഭാഗം ഭയപ്പെട്ടിരുന്നു. ആ ഭയപ്പാട് ഉള്ളത് കൊണ്ടാണ് ജിന്നുകളെ സംബന്ധിച്ച് ഖുർആൻ തന്നെ ആ ഇസ്ലാമിലേക്ക് വന്ന ജിന്നുകൾ പറഞ്ഞു, വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. ഒരു വിഭാഗം ആളുകൾ, മനുഷ്യന്മാരായ ആളുകൾ ജിന്നുകളായ ആളുകളെ കൊണ്ട് അവർ അള്ളാഹുനോട് അവർ കാവലിനെ തേടി, അള്ളാഹുനുള്ള ജിന്നിനോട് കാവലിനെ തേടിയിരുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു താഴ്വരയിൽ അന്നത്തെ ആ ജാഹലിയ കാലത്ത് അറബികൾ പെട്ടാൽ അവർക്ക് അവിടെ ജിന്നുകളുണ്ടെന്ന ഭീതിയാണ്. ആ ജിന്നുകൾ അവർ ഉപദ്രവിക്കുമെന്ന ഭീതിയാണ്. ആ സമയത്തെല്ലാം തന്നെ ജിന്നുകൾ
അവരുടെ നേതാവാകുന്ന ജിന്നിനോട് അവർ കാവലെത്തിയിടും. ഈ വാദിയുടെ ജിന്നിന്റെ നേതാവേ, നിങ്ങളുടെ പ്രജകളുടെ ശരണത്തോട്ട് നിങ്ങൾ എന്നെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോഴൊക്കെ അവർക്കതിന് ഉത്തരം കിട്ടും, ചിലപ്പോൾ അവർക്ക് സംരക്ഷണം കിട്ടും, ചിലപ്പോഴൊക്കെ അവർക്കത് കിട്ടാറുമില്ല, അവർ അപകടത്തിൽ പെടാറുമുണ്ട് എന്ന് മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ജിന്നുകളെ സംബന്ധിച്ച് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, അവർക്ക് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ട കാര്യവുമാണ്. അപ്പൊ ജിന്നുകൾ ഉണ്ട്, ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. ചില വിഭാഗങ്ങൾ ജിന്നില്ലാന്നും ജിന്നുണ്ടെന്നൊക്കെ പറയുന്ന കുറെ ആളുകളുണ്ട്. അവരെ കുറിച്ച് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനത്തെ ജിന്നുകളെ സംബന്ധിച്ച് ഈ ജിന്നുകൾ മനുഷ്യരുമായിക്കൊണ്ടുള്ള ബന്ധം വളരെ മുൻകാലഘട്ടത്തിൽ തന്നെ അതിലുള്ള ശൈത്താന്മാർ, അതും ജിന്ന് വർഗത്തിൽപ്പെട്ട് തന്നെയാണ്. അവരുടെ കുഫാറുകളാണ് ശൈത്താൻ എന്ന് പറയുന്നത്. എന്നാൽ എത്രത്തോളം അവർ അത്ഭുതത്തിന് വേണ്ടി ജിന്നുകളെ അന്നത്തെ ബുദ്ധിരാക്ഷസന്മാരായ തട്ടിപ്പുകാർ ഉപയോഗിച്ചിരുന്നു എന്ന് കാണാം. ജിന്നുകളെ, ശൈത്താന്മാരെ എത്രത്തോളം കഅബാലയത്തിൽ തന്നെ ധാരാളം വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു റസൂലുള്ളാഹി വരുന്നതിന് മുമ്പ്. ആ ബിംബങ്ങളിൽ ദിവ്യദർശനത്തിന് വേണ്ടി, ആ ബിംബങ്ങൾക്ക് കഴിവുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ആ ബിംബങ്ങളെ പിശാചുക്കൾ ആവാഹിച്ചിരുന്നു. അത് ആദ്യമായി കൊണ്ട് കഅബയിൽ അത്തരത്തിൽ ഒരു ജിന്നിനെ കയറ്റി ഒരു ബിംബത്തിന് ഒരു പ്രത്യേകത നൽകിയത് ആരാണെന്നറിയാമോ? അംർ ഇബ്നു ലുഹൈ എന്ന് പറയുന്ന ഒരാളാണ്. അയാളാണ് ആദ്യം ചെയ്തത്. അയാൾ ജിന്നിന് ശൈത്താൻ സേവക്കാരനാണ്. അങ്ങനെ ശൈത്താന്റെ സേവകളാവുമ്പോ ആ ബിംബത്തിന്റെ പുറകിൽ നിന്ന് പിശാചുക്കൾ പല അത്ഭുതങ്ങളും കാണിക്കും, ചിലപ്പോ സംഭാഷണങ്ങളും കേൾക്കും. ഈ സംഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർ വിചാരിക്കുന്ന ഇത് തന്നെയാണ് ദൈവം. അത് ശൈത്താന്മാരെ പണിയാണ്. അങ്ങനെയാണ് അത്ഭുതത്തിന്റെ പുറകെ പോകുമ്പോൾ വരുന്ന സംഭവങ്ങൾ. അതാണ് വളരെ വിശാലമാണ് വിഷയം. അപ്പൊ അത്ഭുതത്തിന്റെ കൂടെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ വിഗ്രഹത്തിൽ താൻ ആരാധിക്കുന്ന തന്റെ ആ ദൈവത്തിൽ നിന്ന്, തന്റെ കരങ്ങളാൽ നിർമ്മിച്ചുണ്ടാക്കിയ ദൈവങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമ്പോൾ പിന്നെ വിശ്വസിക്കാൻ വേറെ എവിടെയും പോകേണ്ടതില്ലല്ലോ. ഈ സൂത്രം കാണിച്ചു വെച്ച ആളുകൾക്കറിയാം ഇത് തട്ടിപ്പാണ്, ഇത് ദൈവമല്ല, ഞാൻ സേവിച്ച പിശാചിന്റെ കഴിവാണെന്ന് അവർക്കറിയാം. പക്ഷെ അവർ അതൊരിക്കലും തുറന്നു പറയാറില്ല. ഒരിക്കലും അവർക്ക് തുറന്നു പറയാൻ പറ്റില്ല. കാരണം ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ടു പോകൂലേ. എന്നീ ലോകത്ത് നടക്കുന്ന ചില കുതന്ത്രങ്ങൾ ആ വിഷയത്തിലുള്ള കുതന്ത്രങ്ങളെ പോലെ തന്നെ മുമ്പ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. എന്നാൽ മുസ്ലിങ്ങളായ ജിന്നുകൾ മറിച്ചും ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങളായ ജിന്നുകൾ, ഒരു ഭാഗത്ത് മുസ്ലിങ്ങളായ ജിന്നുകൾ ദീനി ദഅവത്തിന് അവർ നടന്നു, പ്രബോധനത്തിന് നടന്നു. ജിന്നുകൾക്കിടയിൽ തന്നെ മാത്രമല്ല, ജിന്നുകൾക്കിടയിൽ ചെന്നുകൊണ്ടാണ് അവർ പറഞ്ഞത് വഖാലൂ ഇന്നാ സമീനാ ഖുർആനൻ നജബ യഹ്ദീ ഇലർ-റുശ്ദി, സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് ഞങ്ങൾ കേട്ട വരികളെന്ന് അവരുടെ കൂട്ടുകാരായ ജിന്നുകളോട് പ്രബോധനം ചെയ്യാണ് ഈ ജിന്നുകൾ. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദ, ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ റബ്ബിനോട് പങ്കുകാരെ കൽപ്പിക്കൂല, അള്ളാഹുവിന്റെ പങ്കുകാരെ നിശ്ചയിക്കൂല. ജിന്നുകളാണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ജിന്നുകൾ ഒരു ഭാഗത്ത്, മറിച്ച് കുഫ്രിയത്തിലേക്ക് പിശാചുക്കളാകുന്ന വർഗം കുഫ്രിയത്തിലേക്ക് ജനങ്ങളെ ആവാഹിക്കാൻ വേണ്ടി തന്റെ അത്ഭുതസിദ്ധികൾ പ്രയോഗിച്ചപ്പോ അതേ പ്രക്രിയ തന്നെ മുസ്ലിങ്ങളെ ജിന്നുകളും മറുഭാഗത്ത് ചെയ്തു പോന്നു. ഉദാഹരണത്തിന് പല സഹാബാക്കളും, ഒമാനിലുള്ള ബഹുമാനപ്പെട്ട മാസിൻ റളിയല്ലാഹു അൻഹു, മാസിൻ സഹാബിയാണ്, ഒമാൻകാരനാണ്. അവിടുത്തെ ഒരു താഴ്വരയിലുള്ള ഒരു ദൈവത്തെ വെച്ച് ആരാധിക്കുന്ന വലിയ ഒരു ആ ദൈവത്തിന്റെ പൂജാരിയാണ് അന്ന് മാസിൻ. എല്ലാ തമ്മാടിത്തരങ്ങളും മാസിനിലുണ്ട്.
മദ്യപാനം, വ്യഭിചാരം പോലെ എല്ലാ തമ്മാടിത്തരങ്ങളും മാതൃ ചെയ്യും. ഒപ്പം തന്നെ ദൈവത്തെ ആരാധിക്കുന്നു. ധാരാളം ജനങ്ങൾ, ധാരാളം നേട്ടങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്ന മാസിൻ പൂജിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പുറകിൽ നിന്ന് ഒരു ശബ്ദം ഒരു ദിവസം, മാസിനെ, നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. മക്കത്തൊരു പ്രവാചകൻ വന്നിട്ടുണ്ട്, ആ പ്രവാചകൻ അടുത്ത് പോയി നീ സത്യമാർഗം സ്വീകരിക്കണം. ആവർത്തിച്ച് കേട്ടപ്പോൾ മാസിന്റെ മനസ്സിന്റെ മാറ്റം വന്നു. അങ്ങനെയാണ് മാസിനും പരിവാരങ്ങളും മക്കയിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് അള്ളാഹിന്റെ പ്രവാചകനിൽ നിന്ന് ഷഹാദത്ത് സ്വീകരിച്ച് തിരിച്ചു വന്നു. ഒമാനിൽ ദീനി പ്രബോധനം ചെയ്തത് മാസിൻ റളിയല്ലാഹു അൻഹു ആണ്. ഇപ്പോഴും ആ ഖബർ അവിടെയുണ്ട്, ഞാൻ അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അതാണ് മാസിൻ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ സമാദ് റളിയല്ലാഹു അൻഹു, സമാദ് റളിയല്ലാഹു അൻഹു ഭയങ്കര ഇസ്ലാം വിരോധി, റസൂലുള്ളാഹിന്റെ വിരോധിയായിരുന്നു. ഈ സവാദിന്റെ അടുക്കൽ ജിന്ന് വന്ന് പറഞ്ഞു, സവാദേ, നിന്റെ ഈ പോക്ക് ശരിയല്ല, നീ നന്നാകണമെന്നുണ്ടെങ്കിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് നീ ഷഹാദത്ത് കലിമ ചൊല്ലണം. സവാദേ, ഒന്നല്ല രണ്ടല്ല 3 വട്ടം അത് ആവർത്തിച്ചപ്പോ സവാദ് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട് പറയുന്നു, വഅശ്ഹദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറുഹു വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗൈബി. അങ്ങനെയാണ് സമാദ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ജിന്നിന്റെ പ്രബോധനം കേട്ടിട്ടാണ്. ജിന്നുകൾ മനുഷ്യരായ ആളുകൾക്ക് പ്രബോധനം ചെയ്തിരുന്നു. ആര്? മുസ്ലിങ്ങളായ ജിന്നുകൾ. ജിന്ന് ഞാൻ പറയുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച, ശൈത്താൻ എന്ന് പറയുമ്പോൾ അതിൽപ്പെട്ട കാഫിറുകളെ സംബന്ധിച്ച, അതിൽപ്പെട്ട കാഫിറുകൾ. അതുപോലെ ജിന്നുകളുടെ സപ്പോർട്ട് ധാരാളം ഉണ്ടായിരുന്നു. ജിന്നുകൾ ഭാവിയെ സംബന്ധിച്ച്, വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുന്ന വിജ്ഞാനങ്ങൾ, അല്ലെങ്കിൽ അവർ അവിടെ പോയി ശേഖരിക്കുന്ന വിജ്ഞാനങ്ങൾ മുൻകൂട്ടി തന്നെ സഹാബികൾക്കും മുശ്രിക്കുകൾക്കും നൽകിയിരുന്നു എന്ന് കാണാം. ബദർ യുദ്ധത്തിന് മുമ്പ്, ബദർ യുദ്ധത്തെ സംബന്ധിച്ച് മുശ്രിക്കുകളോട് ആ ജിന്നുകൾ മുന്നറിയിപ്പ് നൽകി. അപ്പൊ 2 നിലക്കും ജിന്നുകൾ അവിടെ പോരാട്ടമുണ്ട്. ഒരു വിഭാഗം ജിന്നുകൾ ഇസ്ലാമിന് സപ്പോർട്ട്, മറ്റൊരു വിഭാഗം ഇബ്ലീസ് അടങ്ങുന്ന ആ ഇബ്ലീസും ഇബ്ലീസിന്റെ മക്കളും ശൈത്താന്മാർ, അവർ ഇതിനെതിര്. ഇവർക്ക് പല കോലത്തിലും രൂപാന്തരപ്പെടാൻ കഴിയും. ജിന്നുകൾക്കും ശൈത്താന്മാർക്കും പല കോലത്തിൽ രൂപാന്തരപ്പെടാൻ കഴിയുന്ന, അവർക്ക് രൂപത്തിൽ ഭാവവ്യത്യാസം വരുത്താൻ പറ്റും. അത് അവരുടെ ശരീരത്തിന്റെ ഘടനയെ തന്നെ മാറ്റുകയാണോ അല്ല എന്നാണ് പണ്ഡിതപക്ഷം. ശരീരഘടനയെ മാറ്റുകയല്ല, മറിച്ച് വീക്ഷകന്റെ വീക്ഷണത്തിൽ അങ്ങനെ ഹയാലാത്ത് അഥവാ തോന്നിപ്പിക്കലൂടെയാണ് അവർ നിർവഹിക്കുന്നത് എന്നാണ് നമ്മുടെ ഉലമാക്കൾ പറയുന്നത്. ഏതായിരുന്നാലും അല്ലാതെ തന്നെ അസ്ലിയായ അവരുടെ പ്രകൃതിയിൽ തന്നെ ജിന്നുകൾ ചില ജീവികളുടെ പോലെയുണ്ട്. പാമ്പുകൾ ജിന്നുകളാണ്, എല്ലാ പാമ്പും അല്ല. പാമ്പിന്റെ കോലത്തിലുള്ള ഒരു വിഭാഗം ജിന്നുകൾ. അപ്പൊ അതിനെയാണ് സർപ്പദോഷം ഒക്കെ ഒന്ന ജനങ്ങൾ പറയാറില്ലേ. സർപ്പദോഷം എല്ലാ പാമ്പിനെയും അല്ല പറയുന്നത്. അപ്പൊ അങ്ങനത്തെ പാമ്പുകളാകുന്ന ജിന്നുകൾ, അതിൽ മുസ്ലിമും ശൈത്താനും ഒക്കെ ഉണ്ടാവുമല്ലോ. മുസ്ലിമും ശൈത്താനും ഒക്കെ ഉണ്ടാവും, കാഫറും ഉണ്ടാവും. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് ഒരു ജിന്ന് കയറി വന്നു. വീടിനകത്ത് അതിനാട്ടിവിട്ടു, വീണ്ടും വന്ന് 3ാമത്തെ വട്ടം ആയിഷ റളിയല്ലാഹു അതിനെ കൊല്ലാൻ പറഞ്ഞു. അതൊരു പാമ്പിന്റെ കോലത്തിൽ അതിനെ കൊന്ന് എല്ലാവരും കൂടി കൊന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ജിന്നുകളുടെ നേതാവ് സ്വപ്നത്തിൽ അറിയിച്ചു, ആയിഷ ഉമ്മ, നിങ്ങൾ ഒരു മുസ്ലിമായ ജിന്നിനെയല്ലോ കൊന്നു കളഞ്ഞത്. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, അത് മുസ്ലിമാണെങ്കിൽ നബിന്റെ ഭാര്യമാരുള്ള മുറിയിലേക്ക് കടക്കൂല. അത് വലിയൊരു പോയിന്റാണ്. പെണ്ണുങ്ങളിലോർത്ത് കടക്കൂല മുസ്ലിമാണെങ്കിൽ. ആ വന്ന ജിന്ന് മുസ്ലിമാണെങ്കിൽ പെണ്ണുങ്ങളിലോർത്ത് കടക്കൂല. അപ്പൊ ആ ജിന്ന് പറഞ്ഞ് പെണ്ണുങ്ങളോർത്ത് കടന്നത് ശരിയാണ്, പക്ഷേ നബിന്റെ ഭാര്യമാരൊക്കെ ശരിക്കും
മറച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ആ ജിന്ന് വന്നത്. സൂക്ഷിച്ചാണ് വന്നത്. ആ ജിന്ന് വന്നത് റസൂലുള്ള ഓതുന്ന ഖുർആൻ കേട്ട് ആസ്വദിക്കാനാണ് എന്ന് പറയുകയും ആയിഷ റളിയല്ലാഹു അൻഹ അതിന് പ്രായശ്ചിത്തമായി കൊണ്ട് വലിയൊരു സമ്പത്തിന്റെ കൂപാരത്തിന് സദഖ ചെയ്യുന്ന ഹദീസിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? മുസ്ലിം ജിന്ന് പെണ്ണുങ്ങളെ വീട്ടിലോട്ട് പോലും വരൂല എന്ന് പറഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളെ ശരീരത്തിൽ കയറുമോ? അപ്പൊ ഏതെങ്കിലും ഒരു ജിന്ന് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കയറിയാൽ അവൻ കാഫിർ, അവൻ മുസ്ലിം അല്ല. അതാണ് ഇവിടെ വ്യക്തമാകുന്നത്. അപ്പൊ ജനങ്ങളെ ഫസാദാക്കാൻ വേണ്ടി മുസ്ലിങ്ങളുടെ ശരീരത്തിൽ കയറി മുസ്ലിം അഭിനയിക്കുന്ന ജിന്നുകളുണ്ട്. അവർ യഥാർത്ഥത്തിൽ അവർ മുസ്ലിങ്ങളല്ല, അവർ കുഫാറുകൾ തന്നെയാണ്. പക്ഷേ അവർക്ക് ഖുർആൻ ഓതാൻ അറിയും. എത്ര ആളുകളില്ലേ ഈജിപ്തിലും അതുപോലെ തന്നെ ഇസ്രായേലിലൊക്കെയുള്ള ക്രിസ്ത്യാനികളും ജൂതന്മാർക്ക് ഖുർആൻ ഓതൂലേ, ഹദീസ് ഓതൂലേ എന്നപോലത്തെ ജിന്നുകൾക്കും കിട്ടും. എന്തിന് കേരളത്തിൽ തന്നെയില്ലേ പല മൗലവിമാർ അഫ്ദൽ പാസായ അമുസ്ലിം സുഹൃത്തുക്കൾ തിരയുണ്ട്. അഫ്ദൽ പാസായവർ അവർ ഖുർആൻ ഓതൂലേ, ഹദീസ് ഓതൂലേ. എന്നപോലെ ജിന്നുകൾക്കും അറിയാം. അങ്ങനെ ജിന്നുകൾ കുഫാറുകളും ഫാസിക്കുകളായ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട് അവർ ഓതുന്ന ഖുർആൻ, അവർ ഓതുന്ന തസ്ബീഹുകൾ, അവർ ചെല്ലുന്ന ദിക്റുകൾ, റാത്തീബുകളൊക്കെ കേൾക്കുമ്പോൾ പാവപ്പെട്ട മനുഷ്യന്റെ വിചാരം ഇത് തന്നെ ശൈഖ്, ഇത് തന്നെയാണ് ഔലിയ, ഇത് തന്നെയാണ് വലിയ എന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഈ ശൈത്താന്മാർ നമ്മളെ ചതിക്കുന്നത്. എത്രയുണ്ട് അങ്ങനെ അത്ഭുതം കണ്ട അപ്പം അതിൻ്റെ പിന്നാലെ പോകുന്ന സ്വഭാവം നമുക്കുള്ളത്. അത്ഭുതം കണ്ടിട്ട് പോകാൻ അള്ളയും റസൂലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അള്ളയും റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ആളുകളെ പിന്നാലെ പോകാൻ അള്ളയും റസൂലും പറഞ്ഞിട്ടില്ല. അള്ളയും റസൂലും പറഞ്ഞതെന്താ? റസൂലുള്ളാഹിനെ പിൻപറ്റാനാണ്. ഭൗതികത്തിന് വേണ്ടി വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ഖുർആനുകളും ഹദീസുകളും അവതരിക്കുന്നതിലാണ് കൂടുതൽ അപകടം. പലരും പ്രവാചക ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായി അവതരിപ്പിക്കാറുണ്ട്. എന്നാൽ നബി വന്ന് ചികിത്സ പഠിപ്പിക്കാനല്ല, നബി വന്ന് ദീൻ പഠിപ്പിക്കാനാണ്. അതിനിടയിൽ ചില ചികിത്സ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. റസൂൽ എന്ന് പറഞ്ഞ എന്താ? ദുന്യാകാര്യത്തിൽ നിങ്ങൾക്കാണ് എന്നേക്കാൾ കൂടുതൽ വിവരമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ദുന്യാകാര്യത്തിൽ നിങ്ങൾക്കാണ് എന്നേക്കാൾ കൂടുതൽ വിവരം. അന്തും ആലമു മിന്നി, എന്നേക്കാൾ ഫീ അംരി ദുന്യാക്കും, നിങ്ങളുടെ ദുന്യാവിന്റെ കാര്യങ്ങൾ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കാണ് വിവരമെന്ന പ്രഖ്യാപനത്തിലൂടെ എന്ത് മനസ്സിലാക്കണം? നബിയുടെ വന്ന് പഠിപ്പിച്ചത് ദീൻ കാര്യങ്ങളാണ്. വൈദ്യശാസ്ത്രം പഠിപ്പിക്കാനല്ല നബി വന്നത്, അല്ലെങ്കിൽ മറ്റേത് രോഗത്തിന്റെ ചികിത്സകളോ ലക്ഷണങ്ങളോ പഠിപ്പിക്കാനല്ല. ഇന്ന് ചില ആളുകൾ അതൊരു ഈമാനിന്റെ ഭാഗമാക്കി ചിത്രീകരിച്ച് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതൊരു ഭാഗത്ത് അങ്ങനെയുണ്ട്. വേറെ അപ്പോൾ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ മാർഗം അവലംബിക്കാനാണ് നമ്മളോട് പഠിപ്പിച്ചതല്ലാതെ അത്ഭുതത്തിന്റെ പുറകെ പോകാനല്ല. ബഹുമാനപ്പെട്ട സ്വഹാബത്തിന് താബീങ്ങളാകുന്ന മഹാന്മാർ പിൻപറ്റിയത് അത്ഭുതം കണ്ടതിന്റെ പേരിലല്ല, റസൂലുള്ളാഹിയുടെ പ്രഖ്യാപനത്തിന്റെ പേരിലാണ്. നിങ്ങൾ എന്റെ സഹാബാക്കളെ പിൻപറ്റിക്കോ. അസ്ഹാബി കന്നുജൂം, എന്റെ സഹാബികൾ നക്ഷത്ര തുല്യരാണ്. അവർ നിങ്ങൾ ആര് പിൻപറ്റിയിരുന്നാലും നിങ്ങൾ സന്മാർഗത്തിലാണെന്ന് റസൂൽ പഠിപ്പിച്ചതിന്റെ വെളിച്ചത്തിലാണ് സഹാബത്തിനെ താബികളും താബികളും പിൻപറ്റിയതല്ലാതെ സഹാബാക്കൾക്ക് വല്ല കറാമത്തുണ്ടോ നോക്കിയിട്ടല്ല, അവർക്ക് എത്രമാത്രം വൈദ്യശാസ്ത്രത്തിൽ വിജ്ഞാനമുണ്ട് നോക്കിയിട്ടല്ല, അവർക്ക് എത്രമാത്രം ഗോളശാസ്ത്രത്തിൽ വിജ്ഞാനമുണ്ട് നോക്കിയിട്ടല്ല. അതൊന്നും അവർക്ക് വിഷയമേ അല്ല. ദീൻ കാര്യങ്ങൾക്ക് അപ്രാധാന്യമാക്കി മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി ഖുർആനും ഹദീസും അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ വാസ്തവത്തിൽ അതും
ഒരു നിലക്കുള്ള അപകടം തന്നെയാണ്. സംഗതി ശരിയാണ്, റസൂലുള്ള ചില ചികിത്സകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ പഠിപ്പിച്ച കരിഞ്ജീരകത്തെ പറ്റി, അതുപോലെ തന്നെ തേനിനെ പറ്റി, മറ്റ് പല കാര്യങ്ങളെ പറ്റി, പച്ചവെള്ളം വെള്ളം കുടിക്കാൻ കുറഞ്ഞത്, പിന്നെ അതുപോലെ തന്നെ സിഹറിനുള്ള ചികിത്സ, കണ്ണീറിനുള്ള ചികിത്സ, അതൊക്കെ നബി പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗത്ത്. തേള് കുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും തേള് കുത്തിയപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദനയായി. നബി പറഞ്ഞു, ഇത് ഈ തേളിന് നബിനെ അറിയില്ല, അല്ലാത്തവരെ അറിയില്ല. കാരണം നബിനെയല്ല വന്ന് കുത്തിയത്, നബിനി മനസ്സാവില്ല, അല്ലാത്തവരും പഠിപ്പില്ല എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് അതിൽ ഉപ്പിട്ട് അത് കലക്കി പരട്ടി എന്ന ഹദീസിലുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു. ജിന്നുകളെ സംബന്ധിച്ചും പിശാചുക്കളെ സംബന്ധിച്ചും അതും റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ചികിത്സയുടെ മന്ത്ര ചികിത്സകളെ സംബന്ധിച്ചും റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്, മന്ത്രത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തു ചെയ്തു? ജനങ്ങൾ വൈദ്യശാസ്ത്രത്തിന്റെ മറ്റൊരു രീതി കണ്ടുപിടിച്ചു. ഖുർആനിലോ ഹദീസിലോ വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങൾ റസൂലുള്ള പറഞ്ഞു എന്നതല്ലാതെ അത് പറഞ്ഞു തന്നെ എന്തിനാണ്? ചികിത്സ ചെയ്യുന്നത് അനുവദനീയമാണെന്നും അതിന് വിരോധമില്ല എന്നും പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു. ചില കാര്യങ്ങൾക്ക് ശിഫ വേണമെന്നുണ്ടെങ്കിൽ ചില പ്രത്യേക രീതികൾ സ്വീകരിക്കണമെന്നുള്ള തെളിവായിക്കൊണ്ട് ബുഖാരിയിൽ തന്നെ ഒരു ഹദീസുണ്ട്. ഒരു സഹാബിക്ക് സുഖമില്ലാതെ വന്നപ്പോൾ റസൂലുള്ള പറഞ്ഞു, 7 കിണറ്റിലെ വെള്ളം കൊണ്ടുവന്ന് കുളിപ്പിക്കാൻ. എന്താ, ഒരു കിണറ്റിലെ വെള്ളം പോലെ. അപ്പൊ 7 കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ അതിന്റെ ആ കൂടിച്ചേരലിന് പ്രത്യേകത ഉണ്ടെന്ന് പഠിപ്പിക്കുകയാണ്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് എന്തിനാ? നമുക്ക് അതിലൂടെ ഗവേഷണങ്ങൾ നടത്തി കണ്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ ഭൗതികമായ ജീവിതത്തിന് സഹായകമാകുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയായിരുന്നു. അല്ലാതെ നബി ഒരു വൈദ്യശാസ്ത്രം പഠിപ്പിക്കാമെന്ന ആളായത് കൊണ്ടല്ല. അപ്പൊ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതത്തിന്റെ പുറകെ പോകാൻ പോയിട്ടില്ല. അത്ഭുതം കാണിച്ച ഒരാളുണ്ടായിരുന്നു റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ. ഇബ്നു സിയാദ് എന്ന് പറഞ്ഞാണ് ആ കുട്ടിയുടെ പേര്. ഒരു സിദ്ധൻ, ഒരു ജ്യോതിഷി. ഭാവി കാര്യങ്ങളൊക്കെ പറയും അയാൾ. ഒരാൾ ചെന്നാൽ അയാളെ മുഖത്ത് നോക്കിയിട്ട് അയാളെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ ഈ കുട്ടി വിളിച്ചു പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. നബിയും ഉമർ റളിയല്ലാഹു അൻഹു കൂടി ഈ കുട്ടിനെ സന്ദർശിക്കാൻ പോയി. നബി ചോദിച്ചു, നീ ഇബ്നു സയ്യാദ്, നീ മറന്ന കാര്യങ്ങൾ പറയൂ. ഇബ്നു സയ്യാദ് മറന്ന കാര്യങ്ങൾ പറയും. അപ്പൊ എൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ ഒരു കാര്യം മറച്ചു വെച്ചാൽ എന്നാ നിനക്ക് പറയാൻ പറ്റുമോ? ദുഹ് 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 എന്നാണ് ഈ കുട്ടി മുബി എന്നുള്ള ആയത്താണ് ഇവിടെ മനസ്സിലപ്പുണ്ടായത്. അതിൽ നിന്ന് 2 വാക്ക് ഇയാൾ പറഞ്ഞു. അപ്പൊ നബി ചോദിച്ചു, നിന്റെ അടുക്കൽ ആരാണ് ഈ വാർത്ത കൊണ്ടുവരുന്നത് എന്ന് അവൻ അന്ന് മനസ്സിലാക്കുക. ഈ വാർത്ത, മറഞ്ഞ വാർത്ത, എൻ്റെ മനസ്സിലുള്ള വാർത്ത നിനക്ക് അറിയിച്ചു തന്നത് ആരാണ്? അവൻ നബി അങ്ങനെ ചോദിക്കുമ്പോ അത്തരം ജ്യോതിഷികൾക്ക് മറഞ്ഞ വാർത്ത അറിയിക്കാൻ പൈശാചിക പ്രേരണകളുണ്ട്, ജിന്നുകളോ ശൈത്താന്മാരോ ഉണ്ട് എന്ന് അത് അറിയിക്കുന്നു. കുട്ടി പറഞ്ഞു, എൻ്റെ അടുക്കൽ ഒരു സാദിക്കും വരും, കാദിബും വരും. സത്യം പറയുന്ന ആളും വരും, നുണ പറയുന്ന ആളും വരും. അതിൽ 10 എണ്ണം പറഞ്ഞാൽ അതിൽ 1 നേരും ബാക്കി 9 നുണയായിരിക്കുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ ഒരു ജ്യോതിഷിയാണ്, നീ ഒരു കാഹിനാണ്, നീ ഒരു ജ്യോതിഷിയാണ് എന്ന് പറഞ്ഞ് റസൂൽ അവിടുന്ന് പോന്നു. നടപടിക്കൊന്നുമില്ല, നബി ഇങ്ങനെ പോകുന്നു സത്യം പറഞ്ഞുകൊണ്ട്. അത്ഭുതങ്ങൾ അങ്ങനെ പറയാൻ പറ്റുന്ന, മറഞ്ഞ കാര്യങ്ങൾ ഒരാൾ പറഞ്ഞാൽ അത് പറയാൻ പറ്റൂല എന്നല്ല അതിനർത്ഥം. നാം മനസ്സിലാക്കേണ്ടത് പറ്റുന്ന. പൈശാചികമായ പ്രേരണകളെ കൊണ്ടും പൈശാചികമായ വെളിപാടുകളെ കൊണ്ടും ഭാവിയിലുള്ള കാര്യങ്ങളോ നമ്മുടെ കൺമുമ്പിലില്ലാത്ത പല കാര്യങ്ങളും പലർക്കും പറയാൻ കഴിയുമെന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ മനുഷ്യ ശക്തിക്ക് അതീതമായിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ ജിന്നുകൾക്കും പിശാചുക്കൾക്കും കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം.
ദജ്ജാലിന് കഴിയൂലേ? ദജ്ജാൽ മരിച്ചാൾ ജീവിപ്പിക്കുക. ദജ്ജാൽ കാഫറല്ലേ? ഈ ലോകത്തുള്ള ആർക്കും തന്നെ ദജ്ജാലിനെ മറികടക്കാൻ പറ്റില്ല എന്നാണ്. ഒരു ദജ്ജാലിനെ കൊല്ലാൻ ഇന്നത്തെ ഈ ഭൗതിക ലോകത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള രാഷ്ട്രങ്ങളിലെ പ്രസിഡന്റുമാരോ ആരെങ്കിലും വിചാരിച്ചവരുടെ വിരൽ തിരിച്ചുകൊണ്ട് ലോകം മുഴുവനും നശിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ കഴിവൊന്നും ദജ്ജാലിനെ ഏൽക്കൂല എന്നാണ് ഈ പറയണത്. അപ്പൊ അവന്റെ കഴിവ് എത്രയാണ്? അപ്പൊ ദജ്ജാലിനല്ല ഔലിയായിട്ട് എല്ലാവരും സ്വീകരിക്കേണ്ടത്. ഒരു ഈ ഭാഗം അത്തരം അത്ഭുതം കാണിക്കുന്നവരെ ദിവ്യത്വം നൽകി സ്വീകരിക്കുന്നുവെങ്കിൽ മറ്റൊരു വിഭാഗം ഇത് വലിയായിട്ടാണ് കാണുന്നത്, കലിയും ബീവിയായിട്ട്. ഒന്നുപോലെ ഔലിയ അല്ലെങ്കിൽ ബീവി, ഔലിയ അല്ലെങ്കിൽ ബീവി. എന്നിട്ട് അവരോട് ഭയങ്കരമായ കണക്കിലേറെ ബഹുമാനം, ആദരവ്, അതൊക്കെ ഈ ഫസാദാകാൻ കാരണമായിത്തീരും. ഇതിന് മറുപടി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നൽകുന്നുണ്ട്. ഇറാഖിൽ അങ്ങനത്തെ ഒരു ബീവി ഉണ്ടായിരുന്നു, അത്ഭുതം കാണിക്കുന്ന ബീവി. ഇബ്നു കസീർ തന്റെ അൽ വിദായത്തു വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തും. ആ ബീവിയുടെ അടുക്ക ജനങ്ങൾ പോകും, ഭാവി കാര്യങ്ങളൊക്കെ ആ ബീവി പറയും, അതുപോലെ തന്നെ അനുഭവത്തിലൂടെ ബോധ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ ജനങ്ങൾ അങ്ങനെ വർദ്ധിച്ചു. അപ്പോ സഹാബിയ അന്ന് ജീവിച്ചിരിക്കുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ആളുകൾ വന്ന് പരാതിപ്പെട്ടു, ഇങ്ങനെ ഒരു അത്ഭുതം കാണിക്കുന്ന ഒരു ബീവി വന്നുണ്ട് ഇറാഖിൽ, ഞങ്ങൾക്കതിന്റെ സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇന്ന ശയാത്തീന ലയൂഹൂന അലാ ഔലിയാഇഹി. ഖുർആൻ ആയത്ത് ഓതിയത്. ശൈത്താന്മാര് അതിനെ സേവിക്കുന്ന ആളുകൾക്ക് അവൾക്ക് രഹസ്യം ചോർത്തിക്കൊടുക്കും. അപ്പൊ ആര് സേവിച്ചുവോ ആ സേവിക്കുന്ന ആൾക്കുള്ള ഹെൽപ്പ് ശൈത്താൻ ചെയ്യും. ശൈത്താൻക്ക് വേണ്ടത് എന്താ? ശൈത്താനെ ആരാധിക്കണം, അതിനെ ബഹുമാനിക്കണം, ആദരിക്കണം. അത് ശൈത്താന് വലിയ സന്തോഷമാണ്. ആരാധിക്കലും ശൈത്താനെ ബഹുമാനിക്കലും ആദരിക്കലും ഒക്കെ വലിയ സന്തോഷമാണ്. അപ്പൊ ശൈത്താന്മാരെ സേവിക്കുന്ന ആളുകൾ ഈ ശൈത്താൻക്ക് അടിമപ്പെടുകയാണ്. അപ്പൊ ശൈത്താനെ സംബന്ധിച്ചിടത്തോളം ആ പിശാചിനെയും ആ ജിന്ന് എന്ന് പറയുന്ന ആ ശൈത്താനെയൊക്കെ അവർ തൻ്റെ ദൈവങ്ങളായിക്കൊണ്ട് ഉള്ളിൽ കാണുന്നു. പുറത്ത് നല്ല വേഷം കാണാം, ചിലപ്പോൾ ഭയങ്കര തലയെ കിട്ടും, നീളമുള്ള താടിയും അതുപോലെ പച്ച കുപ്പായം ഒക്കെ കാണും. അതൊന്നുമല്ലല്ലോ ദീനിന്റെ തെളിവ്, മുസ്ലിമിന്റെ തെളിവ് അതൊന്നും അല്ലല്ലോ. പക്ഷേ ജിന്ന് സേവയായിരിക്കും അയാൾക്ക്. ആ ജിന്ന് സേവ എന്ന് പറഞ്ഞാൽ പൈശാചിക സേവ. എന്നാ നല്ല സ്വാലിഹ്യങ്ങളായ ജിന്നുകളുണ്ട്, അവരതിനൊന്നും നിൽക്കൂല. അവരുടെ പണി എന്താ? വയറ് കേൾക്കാൻ പോവുക, ഇൽമിൻ്റെ മജ്‌ലിസിലിരിക്കുക, അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെ എനിക്ക് തന്നെ അനുഭവമുണ്ട്. എൻ്റെ പല വയതിലും ജിന്നുകൾ കേട്ടായിക്കൊണ്ട് ജിന്നുകൾ എന്നോട് റിപ്പോർട്ട് നൽകിയതായി എനിക്ക് അനുഭവമുണ്ട്. ജിന്നുകൾ അബ്ബാസ് എന്ന ജിന്നൊരിക്കൽ എൻ്റെ വയതിൻ്റെ മജ്‌ലിസിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നോട്. എന്നിട്ട് അന്ന് ഞാൻ പറഞ്ഞ പോയിന്റുകളൊക്കെ എന്നെ പറഞ്ഞ് കേൾപ്പിച്ചു തന്നു. ഞാനടക്കം കുറേ ജിന്നുകളും വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അത് വരും, അത് കിതാബിലുണ്ട്. ജിന്നുകൾ വന്നു. അബ്ബാസ് എന്ന ജിന്ന്, മൈമൂൻ എന്ന ജിന്ന്, അവരൊക്കെ ജിന്നുകളിൽ നിന്ന് ഔലിയാക്കന്മാരായ മഹാന്മാരാണ്. അവരൊക്കെ മുഅ്മിനീങ്ങളാണ്. അവരാരും ജനങ്ങളെ ഉപദ്രവിക്കാൻ നിൽക്കുന്നവരല്ല, ഉപദ്രവത്തിൽ ജനങ്ങളെ രക്ഷപ്പെടുത്തുന്നവരാണ് അവർ. അങ്ങനത്തെ ജനങ്ങളെ മുഅ്മിനുകളെ കാവലിന് വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള ജിന്നുകളുണ്ടെന്നാണ് ഹദീസിൽ കാണുന്നത്. അങ്ങനത്തെ ജിന്നുകൾ ഒരു വിഭാഗം വേറെ, മറ്റ് ജിന്നുകൾ മറ്റൊരു വിഭാഗമാണ്. എന്നാൽ ഉലമാക്കൾ പറയുന്നു അങ്ങനത്തെ ജിന്നുകൾ കൂടുതൽ വസിക്കുന്നത് എവിടെയാണെന്നറിയാമോ? താഴ്വരകളിൽ. ശൈത്താന്മാർ കൂടുതൽ വസിക്കുന്നത് എവിടെയാണ്? മഖ്ബറകളിൽ, ഖബർസ്ഥാനുകളിലാണെന്ന് കാണാം. അപ്പൊ ഖബർസ്ഥാനുകളിലൂടെ ജനങ്ങൾക്ക് പേടിയാ, റൂഹാനി വരുന്ന പേടിയാ. റൂഹാനി 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 എന്ന് പറഞ്ഞ ഒന്നില്ല. ഇവിടുന്ന് പിന്നെ അങ്ങനെ വന്നു. റൂഹാനി റൂഹാനി എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചാൽ അയാളെ റൂഹ് വന്ന് ഉപദ്രവിക്കുക എന്ന്, അങ്ങനത്തെ ഒരു നിയമം ശറഈലില്ല.
അപ്പൊ റൂഹാനി എന്ന് പറയുന്ന റൂഹുകളുണ്ട്. മലക്കുകൾക്ക് റൂഹുകൾ എന്ന് പറയും, മലക്കുകൾക്കും റൂഹുകൾ എന്ന് പറയും. അതുപോലെ തന്നെ മറ്റ് ചില ഉലുവിയായിരിക്കുന്ന ചില അർവാഹുകളുണ്ട്, ഉലുവിയാത്തിൽപ്പെട്ട അർവാഹുകൾ. അങ്ങനത്തെ ആളുകളെ റൂഹുകൾ അർവാഹുകൾ എന്നൊക്കെ പറയും. അല്ല, മരിച്ചാളെ റൂഹ് വന്ന് ആരെയും ഉപദ്രവിക്കൂല, അതാണ് പ്രേതം എന്ന് പറയുന്നതെങ്കിൽ, മലയാളത്തിൽ റൂഹാനിനെ പ്രേതം എന്ന് പറയുന്നുവെങ്കിൽ അങ്ങനത്തെ ഒരു പ്രേതം ഈ ദുനിയാവിൽ ഇല്ല. പിന്നെന്താ? ഈ പറയാ ശൈത്താന്മാരാണ്. ഈ ശൈത്താന്മാർ ചിലപ്പോൾ മരിച്ച ആളെ പേര് പറയും, ഞാൻ ഇന്ന ആളാണെന്ന്. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കാനാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇത് മറ്റയാൾ തന്നെയാണ്, മറ്റയാളെ പ്രേതാണ് വന്നിരിക്കുന്നത്, ശൈത്താന്മാരാണ്. എനിക്ക് നേരിട്ട് അനുഭവം കൂടിയുണ്ട്. കിതാബിന്റെ വാർത്ത ഇത് കണ്ടതിന് കൂടാതെ അനുഭവജ്ഞാനുള്ള കൂടാതെ ഇത്തിരി ധൈര്യമായിട്ട് പറയണം. ഞാൻ എന്നോടതൊക്കെ ചില ശൈത്താന്മാർ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അന്ന് അവർ റൂഹല്ല. ആ പ്രേതബാധ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ബാധ ഇല്ല ഇവിടെ. പിന്നെന്താ ഉള്ളത്? ആ മരിച്ച ആളുടെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പിശാചുക്കളുണ്ട്, ശൈത്താന്മാർ വരും. അവിടൊക്കെ എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ആ ആയത്ത് കൊണ്ട് തന്നെ അവരിൽ മോചനം കിട്ടാൻ കഴിയും, നേടും. അപ്പൊ ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു വിഭാഗം ഇവിടെയുണ്ട്. ഖുർആൻ കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതയാണ്. ജിന്നുകളെ സേവിക്കുന്ന സമ്പ്രദായം പ്രാചീന കാലഘട്ടം മുതൽക്ക് തന്നെയുണ്ട്. പിശാചുക്കളെ സേവിക്കുന്ന സമ്പ്രദായം, അതുപോലെ തന്നെ സാഹിരീങ്ങളായ ആളുകൾ, ആഭിചാര വൃത്തി നടത്തുന്ന ആളുകൾ, സാഹിരീങ്ങൾ. സിഹിർ ഹറാമാണ്, സബൂൽ മുബിഖാത്തിൽപ്പെട്ട ദോഷമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇത്തരിബു സബൽ മുബിഖാത്ത്, ഭയങ്കരമായ 7 പാപങ്ങൾ നിങ്ങൾ വർജിക്കണം. എന്താണ്? ശിർക്ക് ബില്ലാഹി, ഒന്ന് അല്ലാഹുക്ക് ശിർക്ക് ചെയ്യലാണ്. രണ്ടാമത്തേത് വസ്സിഹ്റു, സിഹിർ ചെയ്യലാണ്. രണ്ടാമത്തെ മുബിഖാത്ത് സിഹിറാണ്, സിഹിർ. അപ്പൊ സിഹിർ ചെയ്യുക എന്നതിന് ഫലമുണ്ട്. ജനങ്ങൾ ഉപദ്രവിക്കാൻ ഒരു സാഹിറിന് കഴിയും. റസൂലുള്ളാഹിക്ക് സിഹിർ പറ്റിയ ഹദീസ് ബുഖാരിയിലുണ്ടല്ലോ. ഹാറൂത്ത് മാറൂത്ത് എന്ന 2 മലക്കുകളായിരുന്ന ആളുകൾ അവർ സിഹിർ പഠിപ്പിച്ചിരുന്നു എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ. മാ യുഅല്ലിമാനി മിൻ അഹദിൻ, അവർ ആർക്കും തന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇന്നമാ നഹ്നു ഫിത്നത്തുൻ, ഞങ്ങൾ ഫിത്നയാണെന്ന് പറഞ്ഞിട്ടല്ലാതെ അവർ ആരെയും ഈ സിഹിർ പഠിപ്പിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നു. ഹാറൂത്ത് മാറൂത്ത് എന്ന് പറഞ്ഞ ആളുകൾ സിഹിർ പഠിപ്പിച്ചത് ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ സിഹിർ ഉണ്ട്, റസൂലുള്ളാഹിക്ക് സിഹിർ പറ്റി എന്നല്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ സാഹചര്യങ്ങളുണ്ടായി. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി ഇസ്ലാം സിഹിറിനെ അതിജയിക്കുന്ന, പാമ്പിനെ വടിയാക്കുന്ന മുഅ്ജിസത്ത് കാണിച്ചത്. മൂസാ നബിക്ക് മുമ്പേ തന്നെ സിഹിറിന്റെ ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ട്. എന്നാൽ പിന്നീട് നാമാവശേഷപ്പെട്ടു പലതും. ഏതാനും അവശേഷിക്കുന്ന ചില ഗ്രന്ഥങ്ങൾ സിറിയക്കാരും അതുപോലെ ഈജിപ്തുകാരും, കെൽദാനീയങ്ങൾ എന്ന് പറയുന്ന ഈജിപ്തുകാരിൽപ്പെട്ട കെൽദാനീയങ്ങൾ, ഇതുപോലുള്ള ആളുകളെല്ലാം തന്നെ അതിനെ ശേഖരിച്ച് അതിനെ ഡെവലപ്പ് ചെയ്ത് അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളാണ് പിന്നീട് ലോകത്തുണ്ടായത് എന്നും, സുറിയാനിയിലും മറ്റുമുള്ള ഗ്രന്ഥങ്ങൾ ഭാഷാന്തരപ്പെടുത്താൻ നമ്മുടെ പണ്ഡിതന്മാർ അന്ന് തയ്യാറായിരുന്നില്ല എന്നൊക്കെ ഇബ്നു ഖൽദൂൻ തന്റെ താരീഖിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നീടത് ജാബിർ ഇബ്നു ഹയ്യാൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് അതിനെ വിപുലീകരിച്ച് ലോകത്ത് അവതരിപ്പിച്ചത്. ഈ സിഹിർ വിദ്യ അങ്ങനെ ഉണ്ട്. ഒന്ന്, ഖുവൻ നഫ്സ്, തന്റെ ആത്മശക്തി കൊണ്ട് സിഹിർ ചെയ്യാൻ പറ്റുന്ന ആത്മശക്തി. അപ്പൊ സ്വയം ആർജിച്ചെടുക്കുന്ന ശക്തി നിമിത്തം മറ്റൊരുത്തിലേക്ക് തന്റെ ശക്തിയെ പ്രവേശിപ്പിക്കാനും പ്രവഹിപ്പിക്കാനും സ്വന്തം നഫ്സ് കൊണ്ട് കഴിയുന്ന അങ്ങനത്തെ ഒരു വിദ്യയുണ്ട് സിഹിറിൽ. ഈ യോഗികളും അതേ പ്രകാരം അതുപോലുള്ള ആളുകളുമെല്ലാം തന്നെ അവർക്ക് ലഭിക്കുന്ന ഊർജം ഒരു നല്ല ശതമാനം ഇത് തന്നെയാണ്.
അവർ ആ ആത്മശക്തി ഉപയോഗിച്ചുകൊണ്ട് അവർ പല അത്ഭുതങ്ങളും അവർ കാണിക്കുന്നു. അത്ഭുതങ്ങൾ കാണിക്കാവുന്ന ചില പ്രക്രിയകളും ചില ക്രിയകളൊക്കെ അത്തരം ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അറബി ഗ്രന്ഥങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ശ്വസന നിയന്ത്രണത്തിലൂടെ ആർജിച്ചെടുക്കുന്ന പവർ, അതുപോലെ തന്നെ നേത്രത്തിലൂടെ ഏകാഗ്രത, സൂക്ഷ്മ ദൃഷ്ടിയിലൂടെ ആർജിച്ചെടുക്കുന്ന കഴിവുകൾ, ചില പ്രത്യേക പരിശീലനങ്ങളോട് നേടിയെടുക്കുന്ന കഴിവുകൾ, ആ കഴിവുകളെ കൊണ്ടും സിഹ്ർ ചെയ്യാൻ പറ്റുന്ന, പിന്നെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് തോന്നിപ്പിക്കാനുള്ള കഴിവ്, അതൊക്കെയാണ് മജീഷ്യൻ കാണിക്കുന്ന അത്ഭുതങ്ങൾ. ജനങ്ങളെ മനസ്സിൽ തോന്നിപ്പിക്കുക. അതിന് അറബി ഭാഷയിൽ പറയുന്നത് ഷാബിദ എന്നാണ്. ഷാബിദത്ത്, അതായത് മായാജാലം. മായാജാലത്തിലൂടെയും അങ്ങനെയൊക്കെ കാണിക്കാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട അപകടകാരിയ മറ്റൊരു വിഷയം പിശാചുക്കളെ സേവിച്ചുകൊണ്ട് ചെയ്യുന്ന സിഹറുകളാണ്. ഈ സിഹറുകളെല്ലാം തന്നെ വാസ്തവത്തിൽ അബദ്ധജടിലമാണ്. അത് ഹറാമ് തന്നെയാണ്. മറ്റൊരാൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആ സിഹറിലൂടെ ചെയ്താൽ അത് വളരെ നിഷിദ്ധമാണ് എന്നല്ല, ചിലപ്പോൾ ആ സാഹിർ കാഫറായി ചത്തുപോകാൻ വരെ കാരണമായി തീരും. കാഫറായി ചാകാൻ വരെ കാരണമായി തീരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിൻ്റെ ഒക്കെ പിന്നിൽ പിശാചുക്കളുടെ സേവകൾ ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ശൈത്താന്മാരുടെ സേവകൾ. ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ലവരുമുണ്ട്, കെട്ടവരുമുണ്ട്. ജിന്നിനെ അങ്ങനെ പേടിക്കൊന്നുമാണ് നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട്. ജിന്നങ്ങനെ വെറുതെ വന്ന് ഉപദ്രവിക്കൊന്നുമില്ല. അപ്പോൾ ജിന്നുകൾ പല ഞാൻ നേരത്തെ പറഞ്ഞു പാമ്പിൻ്റെ കോലത്തിലുണ്ടാവും, ചിലപ്പോൾ ചില പട്ടികളുടെ കോലത്തിലുണ്ടാവും. കാണുന്ന പട്ടിയൊക്കെ ജിന്നാന്ന് വിചാരിച്ച് പേടിക്കാൻ നിൽക്കണ്ട. കാണുന്ന പാമ്പൊക്കെ ജിന്നാൻ പറഞ്ഞ് പേടിക്കാൻ നിൽക്കണ്ട. അതൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാണ്. പല കാര്യങ്ങളും ഞാൻ തുറന്നു പറയാത്ത നിങ്ങൾ പേടിക്കുന്നു വിചാരിച്ചിട്ടാണ്. വേറെയും കുറേ തെളിവുകൾ ആ വിഷയത്തിലുണ്ട്. അതൊന്നും ഞാൻ തുറന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് പേടി വരുമെന്ന് പേടിച്ചിട്ടാണ്. അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ജിന്നിനെ പോലും മറികടക്കാൻ സ്വന്തം മനഃശക്തി കൊണ്ട് കഴിയുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ശൈത്താനെ പോലും മറികടക്കാൻ നമ്മുടെ മനഃശക്തി മതിയെന്ന. മനഃശക്തിയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ശൈത്താനും ജിന്നും അവനെ അടുക്കൂല, അവനെ അടുക്കാൻ കഴിയില്ല. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട് ഞാൻ. രണ്ടാളിങ്ങനെ നടന്നു പോയപ്പോൾ ഒരു സ്ഥലത്ത് ഇവർ കിടന്നുറങ്ങി. രാത്രി പരിസരത്ത് ആരുമില്ല. അപ്പോൾ ഒരു തലക്ക് വെക്കാൻ അവർക്ക് ഒന്നും കിട്ടിയില്ല. രണ്ട് ബുദ്ധുകളാണ് കിട്ടിയത്. രണ്ട് ബിംബങ്ങൾ, ഈ ആരാധിക്കുന്ന ബിംബങ്ങളാണ് കിട്ടിയത്. അപ്പോൾ ഒരാൾ ഭയങ്കര പേടിത്തുടിയാണ്, മറ്റാൾ ഒരു നല്ല ധൈര്യശാലിയാണ്. പേടിയുള്ള ആൾ പറഞ്ഞു, ഓ നീ ഈ ബുദ്ധിനെ തലക്ക് വെച്ച് കിടക്കല്ലേട്ടാ, ആ ബുദ്ധിനെ തലക്ക് വെച്ച് കിടക്കാൻ മറ്റാൾ ധൈര്യമുള്ള ആൾ. മറ്റാൾ പേടിച്ചിരിക്കുക. അങ്ങനെ ആരെ ബിംബത്തിനെയാണ് ശൈത്താൻ്റെ കോലത്തിന് തലക്ക് വെച്ച് കിടക്കാൻ മറ്റാൾ ധൈര്യമുള്ള ആൾ. അയാൾ സുഖമായിട്ട് കിടന്നുറങ്ങി, അയാൾക്കൊരു കുഴപ്പമില്ല. മറ്റാൾക്ക് ഉറക്കം ലാസ്റ്റ് വന്നപ്പോൾ അതിലുള്ള ശൈത്താൻ വന്ന് ഇയാളെ ഉറങ്ങാത്ത ആളെ വിളിച്ചിട്ടോ ഒരു ഉപകാരം ചെയ്യും. എന്താ എൻ്റെ ആ ബുദ്ധിനെ അയാളെ നിങ്ങൾ മേടിച്ചായോ? മറ്റേ ചോദിക്കാൻ ശൈത്താൻക്ക് ധൈര്യമില്ല. തലക്ക് വെച്ചാളോട് ചോദിക്കാൻ ശൈത്താൻക്ക് ധൈര്യമില്ല. ഉറങ്ങാത്ത ആളോട് പറയാം അന്ന് എനിക്ക് മേടിച്ചായോ, എൻ്റെ ദൈവത്തെ നിങ്ങൾ മേടിച്ചായോ. അതാണ് ധൈര്യമുള്ള ആളും ധൈര്യം ഇല്ലാത്ത ആളുകളെ പണിയുന്ന. ധൈര്യമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമില്ലായ്മയാണ് പിശാച് കയറാൻ ഒരു കാരണം. മാനസിക വീക്കാണ്. അപ്പം അങ്ങനെ പേടിക്കേണ്ട ആരും. ജിന്നും ശൈത്താനും ഒക്കെ ഉണ്ട്. ജിന്നുകളും ശൈത്താനൊക്കെ പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ ഒരു വിഭാഗം, ആ ഒരു വിഭാഗം ആൾ, അവരെ നമുക്ക് കാണാൻ പറ്റില്ല എന്നല്ലോ. അവർക്ക് നമ്മളെ കാണാം, നമുക്ക് അവരെ കാണാൻ പറ്റൂല. ഇതിന് നമ്മളെ പകരം വീട്ടും ആഹൃത്തിൽ പോയാൽ നമുക്ക് അവരെ കാണാം, അവർക്ക് നമ്മളെ കാണാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉള്ള ആ പകരത്തിന് പകരം അവിടെ ചെന്ന് നമുക്ക് അവരെ കാണാം, അവർക്ക് നമ്മളെ കാണാൻ പറ്റൂലാത്ത അവസ്ഥയിലാകും. അപ്പൊ അങ്ങനെ ജനങ്ങൾക്ക് കാണാൻ പറ്റാത്ത നിലക്ക് ആ പിശാചുക്കളെ സൃഷ്ടിച്ചു. അതൊക്കെ അവന്റെ വലിയ ഹിക്മത്തിൽപ്പെട്ടതാണെന്ന് ഓർക്കണം. അനുഭവത്തിലൂടെ പലർക്കും അത് ബോധ്യപ്പെട്ട കാര്യവും ആണ് ജിന്നുകൾ. അപ്പൊ ജിന്നുകളുമായുള്ള മനുഷ്യന്റെ ബന്ധം ഞാൻ ചുരുക്കി പറയാം. വിഷയങ്ങൾ പെട്ടെന്ന് ഞാൻ കവർ ചെയ്യാണ്,
സമയം ഇനി കൂടുതൽ നീട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി നമുക്ക് നേരത്തെ ശരീരം കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്, കുറേ വിശാലമായി പറയേണ്ട വിഷയമാണ്. അപ്പൊ ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം ആ ജിന്നുകൾക്ക് അല്ലാഹു തആല ധാരാളം കഴിവ് കൊടുത്തിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ നമ്മളെക്കാൾ. അതേ സ്ഥാനത്ത് മനുഷ്യനായാൽ ജിന്നിനൊന്നും ആ മനുഷ്യനെ തോൽപ്പിക്കാൻ ഒക്കൂല. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയുടെ പോവുകയാണെങ്കിൽ ആ വഴിയിൽ വല്ല ശൈത്താന്മാരും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വേറെ വഴിയിലേക്ക് മാറും. എന്താ കാരണം? പറയുന്നത് മനുഷ്യനാണ്. ഉമർ റളിയല്ലാഹു അൻഹു മനുഷ്യനാണ്. ആ മനുഷ്യന്മാരെ കാണിക്കും. യഥാർത്ഥ മനുഷ്യനെ കണ്ടാൽ പിശാചുക്കൾക്ക് ധൈര്യമില്ലാന്ന നമ്മൾ അങ്ങനെ ശൈത്താനെ പേടിക്കുന്നത് പോലെ ആ ശൈത്താൻ നമ്മളെ പേടിക്കുന്ന. പിന്നെന്താ നമ്മളെ പേടിക്കാത്ത നമ്മൾ യഥാർത്ഥ മനുഷ്യനല്ലാത്തതാണ്. യഥാർത്ഥ മനുഷ്യനാകാന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഈമാനുള്ള മനസ്സിൻ്റെ ഉടമയായാൽ ഒരു ജിന്നും ശൈത്താനും അവനെ ഭയപ്പെടുത്തൂല. ഉമർ റളിയല്ലാഹു തആല ഇബ്ലീസുമായി കൊണ്ട് ഒരു മല്ലയുദ്ധം തന്നെ നടത്തി. ഒരു യുദ്ധം തന്നെ നടത്തി. എന്നിട്ട് ഇബ്ലീസിനെ തല താഴ്ത്തി, ഇബ്ലീസിനെ തോൽപ്പിച്ചു. ആര്? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ മഹാന്മാരുണ്ട്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്, ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ജിന്നുകൾ മുസ്ലിങ്ങളും ഉണ്ട്, അമുസ്ലിങ്ങളും ഉണ്ട്. എന്നാൽ ജിന്നിനെ സേവിക്കുന്ന ചില മുഅ്മിനുകളായ ആളുകൾ ഉണ്ടായാൽ അവരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ജിന്നുകൾ അല്ലാഹു ചോദ്യം ചെയ്യുന്ന ആളെ പാരത്രികലോത്തിയ മായ്സറുൽ ജിന്ന് ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി. ജിന്നുകളെ നിങ്ങൾ ധാരാളം ഇൻസുകളെ മനുഷ്യന്മാർ നിങ്ങളെ വഴിയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ധാരാളം ആളുകളെ കൊണ്ടുവന്നില്ലേ എന്നവരോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നത് ജിന്ന് സേവകന്മാരായ മനുഷ്യന്മാരാണ് പറയുന്നത്. പടച്ചോനെ, ഖാലു അവർ പറയും, റബ്ബനാ ഇസ്തംതാ ബഅദുനാ ബിബഅദിൻ, ഞങ്ങൾ ആ ജിന്നുകളെ കൊണ്ട് പല നിലക്കും ഉപകാരം എടുത്തിരുന്നു തമ്പുരാനെ. ജിന്നുകൾ ഞങ്ങളെ സഹായിച്ചിരുന്നു. അതിന് പകരമായി കൊണ്ട് ഞങ്ങൾ ജിന്നിനെ ആരാധിച്ചിരുന്നു, ജിന്നിനെ സേവിച്ചിരുന്നു, ജിന്നുകൾക്ക് വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തിരുന്നു, ജിന്നുകളെ ബഹുമാനിച്ചിരുന്നു തമ്പുരാനെ എന്ന് ആ മനുഷ്യര് തിരിച്ചു പറയും. എന്നിട്ട് അള്ളാഹു പറയും, അന്നാറു മസ്വാക്കും, നിങ്ങൾ രണ്ടു കൂട്ടരുടെയും ആ സങ്കേതം നരകമാണ് കേട്ടോ. സേവകന്മാരെ മനുഷ്യരും സേവിക്കപ്പെട്ട ജിന്നുകളും പോകുന്നത് കൊടുക്കുക നരകത്തിലേക്ക്. ഖുർആൻ സൂറത്തുൽ അൻആമിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. അപ്പോൾ ജിന്ന് സേവ ഭയങ്കര അപകടമാണല്ലോ. ജിന്ന് സേവ അപകടമാണ്. ജിന്ന് സേവക്കാരുടെ അടുത്തേക്ക് പോകുകയും വേണ്ട. ആലിമീങ്ങൾ പറഞ്ഞത്, ജിന്ന് സേവകന്മാരുടെ അടുക്കൽ ജിന്നൊരാളോട് മറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് വാദിക്കുന്ന ആൾ അടുക്കലേക്ക് പോകുന്നതും ജോത്സ്യന്റെ അടുക്കലേക്ക് പോകുന്നതും തുല്യമാണെന്ന് ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ പറയുന്നു. പൈശാചിക സേവ, ജന്യസേവ പോലുള്ള ആളുകളുടെ അടുക്കലേക്ക് പോയിക്കൂടാ. അതൊക്കെ അപകടത്തിലേക്ക് ചാടിക്കും. പലരും ജിന്നിനെ സേവിച്ചാണ് വിലായത്ത് ചമയുന്നത്. പല ആളുകളും ജിന്നിനെ സേവിച്ചാണ് വിലായത്ത് ചമയുന്നത്. പണ്ട് ഞാൻ തൊടുപുഴയിൽ വേദ പറയുമ്പോൾ അവിടെ ജിന്ന് സേവകനുണ്ടായിരുന്നു. എന്നിട്ട് എന്താ, ശൈത്താനെ കയറ്റി ഇയാൾ പല അത്ഭുതങ്ങളും പറയും. എന്നിട്ട് പറയും, ഞാൻ മുഹീദ്ദീൻ ഷെയ്ഖാണ് എന്ന് പറയും. ഇയാൾ ഈ ഹാദറത്ത് വരുമ്പോൾ എന്താ പറയുക, ഞാൻ മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ റൂഹാണ് വന്നേക്കുന്നത്. എന്തെല്ലാം തട്ടിപ്പാണ്. മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ റൂഹ് ഇപ്പോൾ ആൾക്കാർ ശരീരത്തിൽ കയറാന്ന കൊമരം തുള്ളാൻ പോവുക. ഞാനവിടെ വേദ പറയാൻ്റെ ഇടക്ക് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു വീട്ടിൽ ഞാൻ താമസിക്കുന്നത്. തൊടുപുഴയിൽ 1987 86 ഒക്കെയാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് കടലാസ് വന്ന സ്റ്റേജ് ഇങ്ങനെ ഒരു മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ റൂഹ് ആൾക്കാർ ശരീരത്തിൽ കയറി തുള്ളി പറയൂ. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരാളുണ്ട് ഇവിടെ. ശരി, എന്നാൽ കടലാസ് ഞാൻ മേടിച്ചു. എന്നിട്ട് വയലൊക്കെ കഴിഞ്ഞതിന് ശേഷം പല ചോദ്യങ്ങൾ ഗണന പ്രസംഗമായിരുന്നു. കുറേ ചോദ്യങ്ങളൊക്കെ അതിനൊക്കെ മറുപടി പറഞ്ഞ അവസാനം ഞാൻ ഇത് വായിച്ചിട്ട് വന്നു. ഇങ്ങനത്തെ ഒരു മുഹീദ്ദീൻ ഷെയ്ഖ് ഹാജരാകുന്ന ഒരു ഷെയ്ഖുണ്ടെന്ന് ഇവിടെ ഞാൻ കേട്ടു. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയണില്ല. ഞാൻ വലിയ സന്തോഷത്തിലാണ്. കാരണം
ഗൗസുൽ ശൈഖ് റളിയല്ലാഹു തആല തങ്ങൾ എഴുതിയ ഒരു ഉന്നത്തു താലിബീൻ എന്ന് പറഞ്ഞ കിതാബുണ്ട്. ആ കിതാബിൽ ചില സ്ഥലത്ത് എനിക്ക് സംശയങ്ങളുണ്ട്. അത് മൊയ്തീൻ ശൈഖിനോട് തന്നെ നേരിട്ട് ചോദിക്കാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ. അതുകൊണ്ട് വയല് കഴിഞ്ഞിട്ട് ഞാൻ കിതാബായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്, ഒന്ന് പറഞ്ഞു തരണം. അത്രേ പറഞ്ഞോളൂ. പിന്നെ ഇന്ന് വരെ അയാൾ എവിടെ പോയി എന്നറിയില്ല. രാത്രി സാധനം അപ്പോൾ കള്ളനല്ലേ? ഞാൻ നോക്കുമ്പോൾ അതന്നെ ഏറ്റവും നല്ല മറുപടി. നമ്മൾ തെളിവൊക്കെ പറയാൻ പോയാൽ കുറേയൊക്കെ വ്യാഖ്യാനിച്ച് പറയണ്ടേ. ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല. അയാൾ പോയി. അപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ മൊഹീദ്ദീൻ ശൈഖും ഔലിയാക്കന്മാരും ഒന്നും ഒരാളിൽ ശരീരത്തിൽ കയറൂല. ഔലിയാക്കന്മാർ റൂഹുകൾക്ക് ഇപ്പോൾ ശരീരത്തിൽ കയറില്ല പണി. വേറെ പണിയൊന്നുമില്ലേ? ഔലിയാക്കന്മാർ അർവാഹുകൾ അത് പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ ശരീരത്തിൽ കയറിയിട്ടാണ് തുള്ളണത്. പെണ്ണുങ്ങളുടെ ശരീരത്തിൽ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ ആയിഷ ബീവിന്റെ വീട്ടിൽ തന്നെ വഫാത്തായി മറവ് ചെയ്തപ്പോ ആ റൗള ശരീഫിലേക്ക് സിയാറത്തിന് പോകുമ്പോ അവിടുത്തെ മറക്കേണ്ട കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാറൊന്നുമില്ല. രണ്ടാമത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറവ് ചെയ്തപ്പോഴും അപ്പോഴും ശ്രദ്ധിക്കാറില്ല. മൂന്നാമത് ഉമർ റളിയല്ലാഹു അൻഹു മറവ് ചെയ്തപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ശരിക്കും തട്ടമിട്ട് മുഖമൊക്കെ മറച്ചുകൊണ്ടാണ് അങ്ങോട്ട് സിയാറത്തിന് പോയിരുന്നത്. അങ്ങനെ ആയിഷാബിയോട് ചോദിക്കപ്പെട്ടു, എന്താണ് ഇതുവരെ ചെയ്യാത്ത പ്രത്യേകാരം ഇപ്പൊ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ആയിഷാബി പറഞ്ഞു, ആദ്യം ഒന്നെൻ്റെ ഭർത്താവാണ്, രണ്ടാമത്തെ എൻ്റെ ഉപ്പയാണ്, അവർ ഞാൻ സ്വീകരിക്കേണ്ട അവിടുത്തെ അത്രമാത്രമേ വേണ്ടൂ. മൂന്നാമത് ഉമർ റളിയല്ലാഹു അൻഹു അന്യനായതുകൊണ്ട് ആ ഉമർ റളിയല്ലാഹു അൻഹു ഉള്ളത് കൊണ്ട് ഞാൻ ശരിക്കും അവിടുത്തെ മറച്ചേ പോകൂ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ വഫാത്തായിരുന്നാലും ഔലിയാക്കന്മാരെയും മഹാന്മാരെയും ആ രീതി സ്വീകരിക്കണമെന്ന നിർദ്ദേശമല്ലേ അത് നൽകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോ ഏതെങ്കിലും ഒരു ഫാത്തിമ താത്താടയോ ഖദീജ താത്താടയോ ശരീരത്തിന് മുഹീദ്ദീൻ ശൈഖിന്റെ ഔലിയാക്കന്മാർ റൂഹുകൾ കയറുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ പമ്പര വിഡ്ഢിത്തം മറ്റെന്തുണ്ട്? ഒരു ഔലിയ എന്ന് പറയുന്ന ആള് പറഞ്ഞാലും അതിനെതിർക്കണമെന്ന. ഔലിയാനെക്കാട് സ്ഥാനം ആർക്കാ? ശരീഅത്തിന്റെ ഉലമാക്കൾക്കാണ്. ശരീഅത്തിന്റെ ഉലമാക്കൾക്കാണ് ഔലിയാക്കളെക്കാൾ സ്ഥാനം ശറഇൽ. അതുകൊണ്ട് തന്നെയാണ് ഔലിയാക്കന്മാരുടെ സൂഫിയാക്കളുടെ പ്രധാനിയായ മഹാനായ അഹമ്മദ് സറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ ഖവായിദു തസവ്വുഫ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, സൂഫിയാക്കളുടെ പ്രവർത്തനങ്ങളെ ആക്ഷേപിക്കാൻ ഫുഖഹാക്കൾക്ക് അധികാരമുണ്ട്. പാരിവനൊക്കെ വെച്ച് വെക്കാനൊന്നും പുരുക്കാർക്കും പറ്റില്ല. ശറഇന്റെ നിയമം പറയുന്ന വിഷയത്തിലാണത്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ആ ഗൗസുൽ ആദമിൽ നിന്ന് ശറഈ വിരുദ്ധമായി കണ്ടാൽ ആലിമീങ്ങൾ അതിനെ എതിർക്കണം. അവിടെ ഖുത്ബുൽ അഖ്താബൊന്നും ഓട്ടൊന്നുമില്ല, എതിർത്തേ പറ്റൂന്ന. അതിന് അധികാരമുണ്ട് ആലിമീങ്ങൾക്ക്. അപ്പൊ ശറഈന് വിരുദ്ധമായി കൊണ്ട് ഒരൊറ്റ വലിയും ചെയ്യൂല. ഒരൊറ്റ പുരുഷനായിരിക്കുന്ന ഒരൊറ്റ ജിന്നും ഒരു പെണ്ണാകുന്ന സ്ത്രീയുടെ ശരീരത്തിൽ, മനുഷ്യ സ്ത്രീ ശരീരത്തിൽ കയറാൻ തയ്യാറാകൂല. ആ ജിന്ന് മുസ്ലിമാണെങ്കിൽ, അതല്ലെങ്കിൽ ആ ജിന്ന് ഒന്നുകിൽ കാഫിറാണ്, അതല്ലെങ്കിൽ ഫാസിക്കാണ്. അപ്പൊ അത് നമുക്ക് വിശ്വസിക്കാനൊക്കില്ലോ. കാഫിറിനെയും ഫാസിക്കിനെയും വിശ്വസിക്കാനൊക്കൂലല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ കയറുന്ന ജിന്ന് ഒന്നുകിൽ കാഫിർ അല്ലെങ്കിൽ ഫാസിഖ്. അബ്ബാസ് എന്ന ജിന്നെന്നൊക്കെ പറയും. ഒരു ജിന്ന് ഒരിക്കൽ എന്നോട് സലാം ചൊല്ലി, ഞാൻ സലാം അടക്കിയില്ല. അപ്പൊ എന്താ സലാം അടക്കാത്തത്? ഞാൻ അബ്ബാസ് എന്ന ജിന്നാണെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ നീ അബ്ബാസ് എന്ന ജിന്നൊന്നും അല്ല എന്ന് നുണ പറയണം. അവസാനം അത് എന്നോട് സത്യം ചെയ്ത് പറഞ്ഞു, ഞാൻ നുണ പറഞ്ഞു പോയതാണ് ഉസ്താദെ, എനിക്ക് മാപ്പാക്കണം, ഞാനൊരു കാഫിർ ജിന്നാണെന്ന് പറഞ്ഞു. എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ കുറെ ജിന്നുകളുണ്ട്, നുണ പറഞ്ഞു വരുന്ന ജിന്നുകൾ. അതെന്തിനാ? മുസ്ലിങ്ങളെ ഈമാൻ ഫസാദാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ശതമാനം ജിന്നുകൾ നടക്കുന്നുണ്ട് എന്നാ. അപ്പോൾ ജിന്ന് സേവയുള്ള ആളുകളും പറയും, എനിക്കറിയാം
അബുദാബിയിലോ ദുബായിലോ വെച്ച ഒരു ജിന്ന് സേവയുള്ള ഒരാളെ കണ്ടില്ല. ഞാൻ അയാളെ ജീവിതത്തിൽ ആദ്യം കാണും. അപ്പോൾ എന്നോട് നിങ്ങളെ മാടവന ജാമ്യ സീസിയ പടാകുളം വഴി അതിലേ പോയി അത്താണിക്ക് പൊതിരൊക്കല്ലേ അത് കാരണം ജിന്നുകളുള്ള ആളാണ് എന്നോട് പറയും. ശരിക്കും വഴിയൊക്കെ പറയണേ. എനിക്കപ്പോൾ അയാളോട് പുച്ഛാണ് തോന്നിയത്. കാരണം ഇയാൾ കാര്യപ്പെട്ട ആളല്ലാതെ എനിക്കപ്പം മനസ്സിലായി. കാര്യപ്പെട്ട ആളെ അങ്ങനെ പറയൂല, അറിഞ്ഞാൽ തന്നെ പറയൂല. അപ്പൊ ഇയാളാ പറയുന്നത് എന്റെ വിശ്വാസം ആർജിക്കാരെന്ന് ബോധ്യപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ കള്ളനാണ്. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അറിയുന്ന ഒരാൾ അതിനെ സംബന്ധിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നിൽക്കൂല. യഥാർത്ഥ ഒരുത്തനാണെങ്കിൽ, നല്ലൊരാളാണെങ്കിൽ അറിയില്ല എന്നേ പറയൂ. അറിയുന്ന അവന്റെ കഴിവുകളും അതുപോലെ തന്നെ അറിവുകളും മറച്ചു വെക്കാനേ കഴിയൂ. കാരണം അവർക്കുണ്ടാകുന്ന ഒരു കഴിവിലും അവർ ഒരിക്കലും ഊറ്റം കൊള്ളാറില്ല, ഊറ്റം കൊള്ളാൻ കഴിയൂല. കാരണം ഏതെല്ലാം കഴിവുകൾ ആരെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ടോ അത് മുഴുവനും അള്ളാഹു കൊടുക്കുന്ന കഴിവല്ലാതെ തൻ്റെ സ്വന്തം കഴിവല്ല എന്ന് വിശ്വസിക്കാത്ത കാലത്തോളം ഒരാൾക്കും വിലായത്തിന്റെ മഖാമിലെത്തൂല. അതായത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം എന്ന മഹത്തായ വാക്യത്തിൽ ഉൾക്കൊള്ളുന്ന ആശയത്തിൽ അധിഷ്ഠിതമായ വിശ്വാസ പ്രമാണം ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉറപ്പിക്കാത്ത കാലത്തോളം വിലായത്തിന്റെ മഖാമിലേക്ക് എത്താൻ ഒക്കൂല. അതെപ്പോഴാണ് വരുന്നത് നാം ചിന്തിക്കണം. താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും തനിക്കുണ്ടാവുന്ന എല്ലാ ഖൈറും ഷറും എല്ലാം തന്നെ മിനല്ലാഹി തആല എന്നതിനോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ഇംഗിതത്തിന് വിധേയമായല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ ഒക്കൂല എന്ന ബോധം വരുമ്പോ ആ അവസരത്തില്ലാതെ വിലായത്തിലേക്ക് ആരും എത്തൂല. അതുകൊണ്ട് തന്നെ ആരും തന്നെ സ്വന്തം കഴിവ് പ്രകടിപ്പിക്കാൻ തയ്യാറാകൂല. കാരണം അതുകൊണ്ട് ഊറ്റം കൊള്ളാൻ അവർ തയ്യാറല്ല. കാരണം എന്താ? അവർക്കറിയാം ഇത് എന്റെ കഴിവല്ല, ഇത് അള്ളാഹു നൽകുന്ന കഴിവാണ്, അള്ളാഹുന്റെ ഖുദ്റത്താണ് ഈ കാണുന്നത് എന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോ അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ്, ഭയപ്പാട് വർദ്ധിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു അത്ഭുതം അല്ലാഹു തആല എന്നിലൂടെ പ്രകടമാക്കുന്നത് എന്തിനാണ് തമ്പുരാനെ? ഒരുപക്ഷെ അതിലൂടെ അഹങ്കരിച്ച് ഞാനൊരു മുശ്രിക്കായോ കാഫിറായോ അതല്ലെങ്കിൽ ഫാസിക്കായോ മരിച്ചു പോകാൻ അത് വഴിയൊരുക്കിയേക്കുമോ എന്ന ഭയമാണ് അവർ അലട്ടുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവരിൽ നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കാറില്ല. അത്ഭുതം കണ്ടാൽ അപ്പോൾ അവർ ഭയപ്പെടാറാണുള്ളത്. അപ്പോൾ അവർ തൗബ ചെയ്ത് മടങ്ങും. പടച്ചോനെ, എന്നെ നീ ശിക്ഷിക്കാനാണോ ഈ അത്ഭുതം? എന്നെ നീ തമ്മാടിയാക്കാനാണോ ഈ അത്ഭുതം? അതല്ല എന്നെ നീ കുഫ്രിയത്തിലേക്ക് നയിക്കാൻ അത്ഭുതം. ഇല്ല, ഞാൻ അതിന് തയ്യാറല്ല റബ്ബേ. കൊല്ലും മിന്നിന്തില്ല, എല്ലാം അല്ലാഹുവേ നിന്റെ പക്കൽ നിന്നാണ്. ആമന്തു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചിരിക്കുന്നു എന്ന ആശയത്തിലേക്ക് എത്താത്ത കാലത്തോളം ഒരാൾക്കും ഒരു സലാഹിയത്തിന്റെ അടുത്തിലേക്ക് എത്താൻ കഴിയൂല. വിലായത്ത് കിട്ടാൻ ഒക്കൂല, വിലായത്ത് കിട്ടൂല. ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം തന്നെ അത്ഭുതങ്ങൾ പ്രകടമാകുന്ന ഘട്ടത്തിലെല്ലാം, അതുപോലെ അവർക്ക് കഴിവുകൾ ധാരാളം പ്രകടമാകുന്ന ഘട്ടത്തിലെല്ലാം ഭയവിഹ്വലരായിക്കൊണ്ട് അവർ തേങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അവർ തേങ്ങുകയാണ്, അവർ കരയുകയാണ്. ബഹുമാനപ്പെട്ട ഗൗസുലാദം ശൈഖ് തങ്ങളടക്കം കരഞ്ഞുകൊണ്ടാണ് ദീനരാത്രങ്ങൾ തള്ളി നീക്കിയിരുന്നത് എന്ന് മഹാന്മാരായ അവിടുത്തെ മുരീദുകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഓരോ ദിവസത്തിലും കണ്ണുനീരൊലിപ്പിച്ച് തേങ്ങലിലൂടെയാണ് ആ മഹാന്മാര് ഓരോ ദിനരാത്രങ്ങളും തള്ളി നീക്കിയത് എന്ന് മഹാന്മാര് പറയുമ്പോ അത്ര പോലും യാതൊരു നിലക്കും ധൈര്യമില്ലാത്ത, ഉറപ്പില്ലാത്ത ഒരു മനുഷ്യനായിരിക്കെ അതാണ് യഥാർത്ഥ വിലായത്തിന്റെ ബോധം. ആ ബോധത്തിലെത്താത്തോളം കാലം ഒരാളും വലിയാകുന്നില്ല. പിന്നെ ഒരു ജിന്നിന്റെയോ ഒരു ശൈത്താന്റെയോ സേവ കിട്ടിക്കൊണ്ട് ഏതെങ്കിലും അത്ഭുതങ്ങൾ കാണിച്ചവൻ അവൻ ഊറ്റം കൊള്ളുന്നുവെങ്കിൽ അവൻ ജനങ്ങളിൽ നിന്ന് സമ്പത്ത് ഈടാക്കാൻ വന്നവനാണെന്ന കാര്യം മറക്കണ്ട. അത് ഓർത്തേ പറ്റൂ. നമ്മുടെ സമ്പത്ത് പോകണമെങ്കിൽ പോയിക്കോട്ടെ, പക്ഷേ ഒരു പക്ഷേ അവന്റെ അത്ഭുതത്തിൽ പെട്ടുകൊണ്ട് നമ്മുടെ വിശ്വാസം കൂടുതലായി കഴിഞ്ഞാൽ ഒരു പക്ഷേ കുഫ്രിയത്തിലേക്കും പോകാൻ വഴിയൊരുക്കും. വളരെ ശ്രദ്ധിക്കണം. മനുഷ്യരുമായി കൊണ്ട് ജിന്നുകൾക്ക് ധാരാളം ബന്ധങ്ങളുണ്ട്, കുറേ ഉണ്ട്. മുനികളുമായ ജിന്നുകളുടെ കുറേ കാര്യങ്ങൾ, എത്രത്തോളം ഫാസിക്കീങ്ങളായ ജിന്നുകൾ വരും. ഇറാഖിലൊരു പെണ്ണിന് ജിന്ന് കയറി,
ഒരു പെണ്ണിന് ഭയങ്കരമായ ഇളക്കവും തല്ലും പിടിയും ഒക്കെ ഭയങ്കര, ഡെയിലി 24 മണിക്കൂർ. അടുത്തുള്ള മുസ്ലിയരെ വിളിച്ചുകൊണ്ടെന്നൊക്കെ പലതൊക്കെ മന്ത്രിച്ച് നോക്കി, ഒരു കുറവ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ പെണ്ണ് വളരെ നോർമൽ, ഒരു കുഴപ്പമില്ല, സാധാരണ മാതിരി. അപ്പോൾ അത് മാറിയും വിചാരിച്ചു. പിറ്റേ ദിവസം വീണ്ടും ഇളകിയപ്പോൾ ഈ ജിന്നിനോട് ചോദിച്ചു എന്താ ഇന്നലെ ഒന്നും ഉണ്ടായില്ലേ? ഇന്നലെ ഉണ്ടാകാൻ, ഇന്നലെ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഒരാളെ മയ്യത്ത് നിസ്കരിക്കാൻ ഉപയോഗിക്കായിരുന്നു. ജിന്ന് പറയാം, ആരാ മയ്യത്ത്? അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായി ഇന്നലേത്. ഞാൻ അങ്ങോട്ട് മൂപ്പർ മയ്യത്ത് നിസ്കരിക്കാൻ പോയതാണ്, ഞാൻ ഇന്ന് തിരിച്ചു വന്നു ആണോ. അപ്പോൾ ജിന്നുകളെ, അപ്പോൾ ഫാസിക്ക ജിന്നാണത്, അത് കാഫറായ ജിന്നല്ല, ഫാസിക്ക. ഹംബലി ഇമാമന്റെ മയ്യത്ത് ലക്ഷക്കണക്കിന് ജിന്നുകൾ നിസ്കരിച്ചു എന്നാ, പുറത്തൊന്നും ലക്ഷക്കണക്കിന് ജിന്നുകൾ ഹംബലി ഇമാമന്റെ മയ്യത്ത് നിസ്കരിച്ചു. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോൾ ജിന്നുകൾ കരഞ്ഞു പോയി എന്നാ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ജിന്നുകൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അതെ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പോയല്ലോ, ഞങ്ങൾക്കാകെ നഷ്ടമായിപ്പോയി, എന്ന ലോകത്തിന് നഷ്ടമായിപ്പോയി. എന്നിട്ട് അവർ ജിന്നുകൾ ഉറക്ക മനുഷ്യർ കേൾക്കുന്ന നിലക്ക് അന്തരീക്ഷത്തിലൂടെ പാടി നടന്നു, ദഹബൽ ഫിഖ്ഹു ഫലാ ഫിഖ്ഹ ലക്കും വത്തഖുല്ലാഹ വകൂനൂ ഖാലഫാ. ജിന്നുകൾ പാടിയതാണ്. മുഹമ്മദ് അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോൾ ജിന്നുകൾ പാടിയത്. ഫിഖ് അങ്ങനെ പോയി, കർമ്മശാസ്ത്രം അങ്ങനെ ലോകത്തുനിന്ന് പോയി, അത് നഷ്ടപ്പെട്ടു. ഫിഖ് ഇല്ലാതായി. കാരണം അബൂ ഹനീഫ ഇമാം അത്രയും വലിയ ഫഖീഹായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? അബൂ ഹനീഫ ഇമാമിന്റെ നല്ല പിൻപറ്റുന്ന പിൻഗാമികളാവുക എന്ന്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹ്ക്ക് തഖ്വ ചെയ്യണം. ജിന്നുകൾ പറയാൻ ലോകത്തിനോട്, മനുഷ്യരോട്, ജിന്നിനോട് പറയാണ്, വത്തഖുല്ലാഹ വകൂനൂ ഖാലഫാ, നിങ്ങൾ അള്ളാഹ്ക്ക് തഖ്വ ചെയ്യണം, നിങ്ങൾ അബൂ ഹനീഫ ഇമാമിന്റെ നല്ല പിൻഗാമികളാണ് ജീവിക്കുകയും ചെയ്യാം. ഇത് ജിന്നുകളാ പറയണം. അത് നല്ല ജിന്നുകളും, എല്ലാ ജിന്നും കെട്ടതല്ല. പിന്നെ ജിന്നുകൾക്ക് പല കോലത്തിലും വരാൻ കഴിയും. ശൈത്താന്മാർ ആയ ജിന്നുകൾ പല മൃഗങ്ങളുടെ കോലത്തിൽ, പല കോലത്തിലേക്കും വരാൻ കഴിയും. പക്ഷെ കാണുന്ന മൃഗമൊക്കെ ശൈത്താനാണെന്ന് വിചാരിക്കൽ അത് മനോരോഗമാണ്. അങ്ങനൊന്നും ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. അങ്ങനെ കാണുന്നൊന്നും അതല്ല. ജിന്നുകളുടെ ശരീരമൊന്നും ഇല്ലാതിരിക്കാൻ റസൂലുള്ള പറഞ്ഞില്ലേ, നമ്മൾ 5 വക്തിന് ആയത്തിൽ കുറിച്ച് ഓതാൻ പറഞ്ഞില്ലേ, അപ്പോൾ അത് വയ്ക്കാൻ മതി, കുഴപ്പമൊന്നുമില്ല. 5 വക്തിന് ആയത്തിൽ കുറിച്ച് ശൈത്താന്മാർ ശരീരത്തോടൊക്കെ നമുക്ക് ഭയങ്കര കാവലാണ്. അപ്പം ആ നിലക്കുള്ള ഒരു ചില അദ്കാറുകളും ഇതൊക്കെ ഈ ജന്നിൻ്റെ ശൈത്താൻ്റെ ഒക്കെ ഉപദ്രവം ഏൽക്കാതിരിക്കാനുള്ള മരുന്നെന്താ? ദിക്റാണ്. ദിക്റ് മുറുകെ പിടിക്കലാണ്. ദിക്ർ മുറുകെ പിടിച്ചാൽ പല നേട്ടങ്ങളും നമുക്കുണ്ട്. ദിക്റിന്റെ ശൈത്താൻക്ക് ഭയങ്കര പേടിയാണ്. ദിക്ർ ചെല്ലിയ ഉടനെ ശൈത്താൻ നമ്മുടെ കൽബിൽ നിന്ന് അപ്പം മാറും. നിർത്തിയ ഉടനെ പണി വരും. ചെല്ലാതെ ചെല്ലിയ അപ്പം പോകും. നിർത്തിയ പിന്നെ റസൂൽ പറയുന്നത് ശൈത്താൻക്കൊരു തുമ്പിക്കൈ ഉണ്ടെന്ന ഒരു ഹുർത്തും, അതിങ്ങനെ മനുഷ്യൻ മനസ്സിൽ വെച്ചിരിക്കുന്ന എപ്പോഴും 24 മണിക്കൂർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയ ഉടനെ അത് നിർത്തിയ ഉടനെ വരും. ഇതെന്നെ പണി. അതാണ് ഇബ്ലീസിൻ്റെ പണി. അപ്പം ശൈത്താൻ അങ്ങനെയുണ്ട്. അപ്പം ഈ ഇബ്ലീസിൻ്റെ മക്കൾ എല്ലാവരും കാഫിര്യങ്ങളല്ല. ഇബ്ലീസിൻ്റെ പേരക്കുട്ടി മുസ്ലിമുണ്ട്, പേരക്കുട്ടി. ആ പേരക്കുട്ടി പേര് ഹാമത്ത് എന്നാണ്. ഇബ്ലീസിൻ്റെ ഒരു മോനുണ്ട്, ലാക്കീസ് എന്ന് പറഞ്ഞ മോൻ. ലാക്കീസ് എന്ന് പറഞ്ഞ മോനുണ്ട്. അയാൾക്കൊരു ഹൈമ് എന്ന് പറഞ്ഞ മോനുണ്ട്. ഹൈമിൻ്റെ മോനാണ് ഹാമത്ത്. ഹാമത്ത് ബിൻ ഹൈമ് ബിൻ ലാക്കീസ് ബിൻ ഇബ്ലീസ്. അടാ, അപ്പോൾ ഹാമത്തിൻ്റെ പരമ്പര ഞാനാ പറഞ്ഞത്. ഹാമത്ത് ബിൻ ഹൈമ് ബിൻ ലാക്കീസ് ബിൻ ഇബ്ലീസ്. ഇബ്ലീസിൻ്റെ മകൻ ലാക്കീസ്, ലാക്കീസിൻ്റെ മകൻ ഹൈമ്, ഹൈമിൻ്റെ മകൻ ഹാമത്ത്. ഈ ഹാമത്ത് എന്ന ഇബ്ലീസ് ജിന്ന് മുസ്ലിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഈ ഹാമത്തും കൂട്ടി ഈ ഹദീസ് സഹിയാണ്, സ്വീകരിക്കാൻ പറ്റുന്നതാണെന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു. നിരവധി തുർക്കിലൂടെ ഈ ഹദീസ് വാരിതായിട്ടുണ്ടെന്നാണ് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്. അത് കെട്ടുകഥയൊന്നും അല്ല. ഈ ഹാമത്തും കൂട്ടരും റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി വന്നു.
ഹാമത്ത് നബിയോട് സലാം ചൊല്ലി. നബിയോട് പറഞ്ഞ, നബിയെ, ഹാബീൽ കാബീലിനെ കൊല്ലണ സമയത്ത് ഞാനൊരു കുട്ടിയായിരുന്നു, ചെറിയ കുട്ടിയായിരുന്നു. നബിയോട് ഹാമത്ത് പറയാം, ഹാബീൽ കാബീലിനെ കൊല്ലണ സമയത്ത് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. പിന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ഞാനുണ്ടായിരുന്നു, അങ്ങനെ ഇബ്രാഹിം നബിയുടെ കാലത്തും ഉണ്ടായിരുന്നു, മൂസാനയുടെ കാലത്തും ഉണ്ടായിരുന്നു, ഈസായുടെ കാലത്തൊക്കെ ഞാനുണ്ട്. അപ്പോൾ ഓരോ പ്രവാചകന്മാരും എന്നോട് പറയും അടുത്ത പ്രവാചകന് സലാം ചെല്ലാൻ പറഞ്ഞേൽപ്പിക്കാറുണ്ട്. അങ്ങനെ ഈസാ നബി അലൈഹി ഇസ്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവിടത്തേക്കൊരു സലാം പറയണമെന്ന് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ഞാൻ തരുന്നു. റസൂലുള്ളാഹിക്ക് സലാം കൊടുക്കുക, ഈസാ നബിയുടെ സലാം ഈ ഹാമത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിലും നല്ല ആളുകളുണ്ടെന്ന. അപ്പോൾ അങ്ങനത്തെ നല്ല ഒരാൾ, അപ്പോൾ ആ ഹാമത്ത് എന്തായി നബിയുടെ സഹാബിയിൽ പെടുകയും ചെയ്തു. നബിയുടെ മുമ്പിൽ വന്നില്ലേ, റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നപ്പോൾ ഹാമത്ത് സഹാബിയിൽപ്പെട്ട ആളായി. അങ്ങനെ കുറേയുണ്ട്. ജിന്നുകൾ ചില ഹദീസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ വിശദീകരിക്കാൻ സമയമില്ല. ജിന്നുകളുടെ ഹദീസ് റിപ്പോർട്ടിങ്ങൊക്കെ കാണാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ കൊലപ്പെടുന്ന അവസരത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് ജിന്നുകൾ അന്ന് പാടിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, നിങ്ങൾ ഒരു മജ്ലിസ് ഇടുകയാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദ് ഓതാൻ നിങ്ങൾ മജ്ലിസ് ഉണ്ടാക്കിക്കോ. ആയിഷ ബീവി പറയുന്നത്, ഉമർ മൗലൂദ് ഓതണം, ഉമർ റളിയല്ലാഹു മൗലൂദ് നിങ്ങൾ മജ്ലിസാക്കി ഓതണം. അതെന്താന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഒരു ദിവസം കുറെ ജിന്നുകൾ മഹത്വങ്ങളും അതേപ്രകാരം തന്നെ വഫാത്തിന് ശേഷം ചൊല്ലുൽ പതിവുള്ള മർസിയ എന്ന പദ്യങ്ങളും ചെല്ലുന്നത് ഞാൻ കേട്ടു. അത് ജിന്നുകളായിരുന്നു. ആ പദ്യത്തിലുണ്ട് ഉമർ റളിയല്ലാഹു വഫാത്താകുമെന്ന സൂചന ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ സുബഹിക്ക് ഉമർ റളിയല്ലാഹു വഫാത്തായി, കൊല ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു മഹാനാണ്. ഉമർ റളിയല്ലാഹുവിന്റെ മദ്ഹ് നിങ്ങൾ മജ്ലിസ് കെട്ടി പറയുമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, പറഞ്ഞ ഹദീസ്. അപ്പം മൗലൂദ് ജിന്നുകൾ കുറേ മൗലൂദ് ഓതിയിട്ടുണ്ട്. മഹാന്മാരുടെ മൗലൂദ്, റസൂലുള്ളാഹിയുടെ മൗലൂദ് ഓതി നേരത്തെ പറഞ്ഞില്ലേ, സമാദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചില്ലേ. അങ്ങനെ പല നിലക്കും ജിന്നുകൾ നല്ല നിലക്ക് നല്ല കാര്യങ്ങൾ ഈ ലോകത്ത് അവതരിപ്പിച്ച വസ്തുതകൾ ധാരാളമുണ്ട്. സുന്നികളുണ്ട്. ജിന്നുകൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഒരു വിഭാഗം മാത്രമല്ല, ഞങ്ങൾ പല വർഗക്കാരും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിങ്ങളുണ്ട്, ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ബുദ്ധന്മാരുണ്ട്, ജൈനന്മാരുണ്ട്. ഈ ലോകത്ത് ഏതെല്ലാം പാർട്ടി അതിലൊക്കെ ഞങ്ങളും ഉണ്ട്. മുസ്ലിങ്ങളെ പാർട്ടിയാണെങ്കിൽ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട്, മുജാഹിദീങ്ങളുണ്ട്, സുന്നികളുണ്ട്, ഖാദിയാനികളുണ്ട്. മുജാഹിദിന്റെ പാർട്ടി നിന്നാൽ ഏതായിരുന്നാലും ജിന്നുകൾ ജിന്ന് ഇല്ല എന്ന് പറയുന്ന പാർട്ടിയിൽ നിൽക്കൂല. കാരണം എന്താ, ജിന്നുണ്ടെന്ന കാര്യം അവർക്ക് ഉറപ്പാണല്ലോ. അപ്പൊ ആ ജിന്നുകളൊക്കെ ജിന്നുണ്ട് എന്ന് പറയുന്ന പാർട്ടിയിലായിരിക്കും, മറ്റേ പാർട്ടിയിൽ മാത്രമേ ഇല്ലാതിരിക്കുള്ളൂ. മുജാഹിദിന് രണ്ട് പേർ, ഒന്ന് ജിന്നുണ്ടെന്ന് മതിക്കില്ല എന്ന് പറയാം. ജിന്നുകളെ ആ പാർട്ടിയിൽ മാത്രമേ ലോകത്തില്ലാതിരിക്കുള്ളൂ. ബാക്കി ഏതൊക്കെ പാർട്ടിയിട്ടോ അതിനൊക്കെ ജിന്നുകളുണ്ടാവും. ഖുർആൻ തന്നെ പറയാണ്, ജിന്നുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ സാലിഹീങ്ങളായ ഔലിയാക്കളുണ്ട്, ജിന്നുകളുടെ കൂട്ടത്തിൽ ഔലിയാക്കളുണ്ട്. അതിലൊമിന്നാദൂനദാലിക്ക, അതിനേക്കാൾ താന്നേനത്തിലുള്ള ആളുകളുമുണ്ട്. തമ്മാടികളും കുഫാറുകളും ഒക്കെയുണ്ട്. അങ്ങനത്തെ ഒരു വിഭാഗമാണ് ഞങ്ങൾ. എന്നാൽ ഞങ്ങൾ ഇനി മുതൽ തെറ്റ് ചെയ്യൂല. അല്ലാഹു തആല പ്രവാചകരെ നിയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചപ്പോൾ ഞങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറായിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു എന്നല്ല. പല ജിന്നുകളും തമ്മാഴ്ത്തരത്തിൽ നിന്ന് പുറകോട്ട് വരികയും ചെയ്ത ധാരാളം റിപ്പോർട്ടുകളുണ്ട്. ഇബ്നു സഅദ് തന്റെ തബക്കാത്തുൽ കുബറയിൽ റിപ്പോർട്ട് ചെയ്യുന്നു, ഒരു സ്ത്രീ ഒരിക്കൽ ജിന്നിനെ സേവിച്ചുകൊണ്ട് സ്വന്തം ഭർത്താവിനെ പോലെ അവർ ശാരീരിക ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിക്കുകയായിരുന്നു. ജിന്നും മനുഷ്യനും തമ്മിൽ ശാരീരിക ബന്ധം പുലർത്താൻ പറ്റുമോ? പറ്റുമെന്നാ. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ ബിൽഖീസ്, ബിൽഖീസിന്റെ വാപ്പ ജിന്നാണ്, മനുഷ്യൻ, ഉമ്മ മനുഷ്യ സ്ത്രീയാണ്. അങ്ങനെ സങ്കരവർഗം ഉണ്ടാകുന്നു.
അതുകൊണ്ട് തന്നെ ജിന്നും മനുഷ്യരും തമ്മിലുള്ള നിക്കാഹ് സ്വഹീഹാകുമോ ഇല്ലേ എന്നതിൽ ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നു നിക്കാഹ് സ്വഹീഹാകൂല. ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹു അടങ്ങുന്ന നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ മുഅ്തമദാക്കി പറഞ്ഞത് നിക്കാഹ് സ്വഹീഹാകും എന്നത് തന്നെയാണ്. അതിനർത്ഥം എന്താ? ഒരു പുരുഷൻ ജിന്ന് ഒരു മനുഷ്യ സ്ത്രീയെ അന്യ സ്ത്രീയെ നോക്കൽ ഹറാമാണ്. നോക്കൽ പോലും ഹറാമാണെങ്കിൽ പിന്നെ എങ്ങനെ ശരീരത്തിൽ കയറും? അപ്പോ ഒരു പുരുഷനാകുന്ന ജിന്ന് മനുഷ്യ സ്ത്രീയുടെ ശരീരത്തിൽ കയറുന്നത് ഹറാമാണ്. മനുഷ്യ സ്ത്രീയുടെ ശരീരത്തിൽ ഒരു ജിന്ന് കയറിയാൽ അത് ഹറാമാണ്. അത് യഥാർത്ഥ മുസ്ലിം അല്ല എന്ന കാര്യം ഉറപ്പ്. ഒന്നുകിൽ ഫാസിക്കാണ് അല്ലെങ്കിൽ കാഫറാണ് ജിന്ന്. അത്ഭുതങ്ങൾ കാണിക്കും. ധാരാളം സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകും. സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടായതുകൊണ്ട് എന്താ കാര്യം? ആഹാരം നഷ്ടപ്പെട്ടു പോകൂലേ? ഏതായിരുന്നാലും അത്തരം സേവകളൊക്കെ അപകടകാരികളാണ്. ചിലപ്പോൾ കാഫിറായി ചത്തുപോകാൻ പോലും അത് കാരണമായി തീരും. ചിലപ്പോൾ ഈ ജിന്ന് നഷ്ടപ്പെട്ടാൽ അവർ തന്നെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. ചിലപ്പോൾ അവർ ദുർവാദം ബാധിക്കാൻ തുടങ്ങും. അവർ പല വാദങ്ങളും ബാധിക്കാൻ തുടങ്ങും. ഒറ്റപ്പാലത്ത് ഒരു ജിന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടാകും. ഒരു ജിന്ന് സേവമുള്ള ഒരു ജിന്ന് സേവമുള്ളവരാണ്. എന്താ കാരണം? ഉസ്താദെ, ഞാൻ ഭയങ്കരമായിരിക്കുന്ന ജിന്ന് സേവൊക്കെ ഉണ്ടായ ആളാണ്. കുറേ കാശൊക്കെ കിട്ടിയെന്ന് എനിക്ക് ഇപ്പോൾ കുറേ നാളായിട്ട് ആ ജിന്നിനെ കാണാനല്ല എനിക്ക് വരുന്നില്ല. അപ്പോൾ ഞാനതിനെ വരട്ടി കൊടുക്കാനാണ് ഇപ്പോൾ വന്നേക്കുന്നത് ഇവിടെ. വേണ്ട, ഞാൻ ആ ജിന്നെ പോകുന്നത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ കുറേ ദിക്റെല്ലാം ജാസ്തി കൊടുത്ത് കിട്ടിയ. അപ്പോൾ പോയ ജിന്നെ അയാൾക്ക് നഷ്ടമായിരുന്നു. അപ്പോൾ ആ ജിന്ന് പോയി. ചിലപ്പോൾ പോകും ജിന്ന്, ചിലപ്പോൾ ജിന്ന് പോകും. ശൈത്താനാണെങ്കിൽ പോകും, ജിന്നും പോകും. അങ്ങനെ എത്രയോ ജിന്നുകൾ പോയിട്ടുണ്ട്, എത്രയോ ശൈത്താന്മാർ പോയിട്ടുണ്ട്. അത്ഭുതം കാണിച്ച പലരും വെറും സാധാരണക്കാരായി മാറിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും എന്തല്ല, അള്ളാഹു അംഗീകരിക്കുന്ന രൂപത്തിലുള്ള അത്ഭുതങ്ങളല്ല ഈ കാണിക്കുന്നത്. ജിന്നുകളും ശൈത്താന്മാരടുക്കലേക്ക് പോകുന്ന വളരെ സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ സേവക്കാരടുക്കലേക്ക് പോയാൽ ഈ പോകുന്ന ആളുടെ ആദ്യത്തെ ഘട്ടത്തിൽ അവർ രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ മാറിയേക്കാം, മുറാദ് ഹാസലായേക്കാം. അങ്ങനെ ഹാസലായി കഴിഞ്ഞാൽ ആ പോകുന്ന ആളെ അവരെ അടിമകളാക്കി മാറ്റുന്ന സമ്പ്രദായം അവരിലുണ്ട്. വശീകരണ മന്ത്രങ്ങളുണ്ട് ചിലത്, വശീകരണ മരുന്നുകൾ കൊടുക്കലുണ്ട് ചിലര്. കുടിക്കാനൊക്കെ മരുന്ന് കൊടുക്കും, കുടിക്കാൻ വെള്ളം കൊടുക്കും, പാല് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ വശീകരണ മരുന്ന് കലക്കിയ പാല് കൊടുത്താൽ പിന്നീട് അയാൾ അവരെ അടിമയായിപ്പോയിന്നാണ്. പിന്നെ അവരൊരിക്കലും അതിൽ നിങ്ങളുടെ മുന്നോട്ട് പുറകോട്ട് പോരൂല, കൊന്നാലും വരില്ല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. അതുകൊണ്ട് അത്തരക്കാർ അടുക്കലേക്ക് പോകേണ്ടതില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ പിൻഗാമികളായ ഉലമാക്കളും സുന്നത്തിയമായ ഉലമാക്കളും ഒക്കെ അതിനുള്ള ചില മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗം വിട്ടു പോകാൻ പാടില്ല. എളുപ്പേടി പോയാൽ ചിലപ്പോൾ കുഫ്രിയത്തിലേക്ക് പോകും. അതിന് അംഗീകാരമുണ്ട്. അത് അള്ളാഹുവിൻ്റെ അസ്മാകൾ, അള്ളാഹുവിൻ്റെ ഖുർആൻ, അവൻ്റെ ഇസ്മുകൾ, അതിലൂടെയുള്ള റിയാദകളിലൂടെ ലഭിക്കുന്ന ശക്തി കൊണ്ട്, ഖുവത്ത് കൊണ്ട് പല രോഗങ്ങളും മാറ്റാൻ അള്ളാഹു നിശ്ചയിച്ച മാർഗത്തിലൂടെ തന്നെ കഴിയും. അതെല്ലാം അംഗീകാരയോഗ്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു പോലുള്ള മഹാന്മാർ പറഞ്ഞ കിതാബ് എവിടെ നിന്നും വായിക്കാൻ നേരില്ല. അത് വായിക്കുമ്പോൾ ഇനി സമയം വൈകിപ്പോകും. അതുകൊണ്ടാണ് ഈ വാർത്തകൾ കുറേ വായിക്കാൻ ഉദ്ദേശിച്ച് വന്നതാണ്, പക്ഷേ സമയം കൂടുതലായിപ്പോൾ. അപ്പം ഏതായിരുന്നാലും ജിന്നും മനുഷ്യനും തമ്മിൽ ബന്ധപ്പെടാൻ കഴിയും. ചിലപ്പോൾ ജിന്ന് നേരിട്ട് സ്വന്തമായി തന്നെ സ്വമേധാ തന്നെ വന്നു ചേരും. ചിലപ്പോൾ ആവാഹിച്ച് വരുന്നു. ജിന്നുകൾ ആവാഹിക്കാനുള്ള ചില റിയാദകൾ, എല്ലാ റിയാദകളും റിയാദല്ല. അപ്പോൾ ചില ഇൽമിൻ്റെ ഹലുകാർ തന്നെ എല്ലാ റിയാദയും ഞാൻ റിയാദ് വീഡിയോ ആളാണെന്ന് പറഞ്ഞ ഊറ്റം കൊള്ളാറുണ്ട്. എല്ലാ റിയാദയും ഒറിജിനൽ അല്ല. ജിന്ന് സേവക്കിരിക്കുന്ന റിയാദകളുണ്ട്.
ജിന്ന് സേവക്കിരിക്കുന്ന റിയാദ എന്ന് പറഞ്ഞാൽ അതൊന്നും 40 ദിവസമോ അല്ലെങ്കിൽ 28 ദിവസമോ ഒക്കെ നിർദ്ദേശിക്കപ്പെടുന്ന സേവകൾക്ക് വേണ്ടി ചില റിയാദകളുണ്ട്. അങ്ങനത്തെ റിയാദകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന കിതാബുകളിൽ കാണാം. അങ്ങനെ ഇരിക്കുമ്പോൾ ചില രൂപങ്ങൾ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടാൽ അവരോട് പറയേണ്ട ചോദ്യത്തിന് ഇന്നത് മറുപടി പറയണം. അങ്ങനെ പറഞ്ഞാൽ പിന്നീട് ആ റൂഹ് തനിക്ക് വിധേയനാകുമെന്ന് ചില കിതാബുകൾ കാണിക്കുന്ന റിയാദകളൊന്നും തന്നെ വാസ്തവത്തിൽ ശറഇൽ അംഗീകരിക്കുന്നതല്ല. അത് പാടില്ല മഹാന്മാരൊക്കെ പറയണം. അത് അപകടത്തിലേക്ക് നീങ്ങാൻ മനുഷ്യൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു റൂഹിനെ തനിക്ക് സ്വന്തമായി കിട്ടിയാൽ എല്ലാ അതിൽ അർപ്പിക്കുന്ന സ്വഭാവം മൂലം അയാൾ ചിലപ്പോൾ കാഫറാകാനും സാധ്യതയുണ്ട്. എന്നല്ല, ചിലപ്പോൾ ആ അർവാഹിന്റെ കയ്യാലെ ഇയാൾക്ക് മരണവും സംഭവിച്ചേക്കാം. മരണവും സംഭവിച്ചേക്കാം. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ റിയാദയും റിയാദല്ല. റിയാദ എന്ന് പറഞ്ഞാൽ ചില അദ്കാറുകൾ മഹാന്മാരായ ശൈഖന്മാർ പറയും ഇതിലെ തരീഖത്തിലൂടെ. മറ്റ് അത്ഭുതത്തിക്കുള്ള റിയാദ അത് ആരും ചെയ്യാൻ പോകണ്ട. അങ്ങനെ ചെയ്തവർക്ക് അത്ഭുതങ്ങൾ കിട്ടുകയും ചെയ്യും. അത് ജിന്നുകളെ സേവിക്കുന്നതാണ്. അതുപോലെ തന്നെ മഷിനോട്ടം ഇത്തരത്തിലുള്ള ചില പ്രവൃത്തികളിലൂടെ നേടിയെടുക്കുന്ന കഴിവിലൂടെ ചിലപ്പോൾ മഷിയിൽ ജിന്നുകളൊക്കെ തെളിയും ചിലപ്പോൾ. പക്ഷേ അവരൊന്നും പറയുന്നത് ശരിയായിക്കൊള്ളും എന്നില്ല. ഒരു നേര് പറഞ്ഞാൽ 9 നുണ വേറെ പറയും. അതൊന്നും തന്നെ ശറയിൽ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കുന്ന ചികിത്സാ രീതികളുണ്ട്, ഖുർആൻ കൊണ്ടും അള്ളാഹുവിൻ്റെ ഇസ്മുകളെ കൊണ്ടും. അതിനോട് ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മഹാന്മാര ആരിഫീങ്ങളും ഉലമാക്കളും അംഗീകരിച്ച ഇൽമുൽ ഹുറൂഫിൻ്റെ ആ ഇൽമിലൂടെ വരുന്ന മാർഗത്തിലൂടെ ചികിത്സ മുൻഗാമികളായ മഹാന്മാരും വസാലി ഇമാം തങ്ങളടക്കം, അതൊക്കെ ഈ ഫതാവൽ ഹദീസിൽ പറയുന്നുണ്ട്, വസാലി ഇമാം തങ്ങളടക്കം അംഗീകരിച്ച അത്തരം ചികിത്സാ രീതികളല്ലാതെ മറ്റുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ അപകട മേഖലയാണ് നമുക്ക് സമ്മാനിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ദിവ്യ വെളിപാടുകൾ പലതും നമുക്ക് ചുറ്റും കാണാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ശൈത്താനെ മൊത്തമായും ചില്ലറയായും വിൽക്കാനുണ്ടെന്ന ബോർഡൊക്കെ കാണാം പലയിടത്തും. റീറ്റെയിലും ഹോൾസെയിലും ശൈത്താനെ വിളിക്കാൻ കിട്ടും. ഇപ്പം അതിന് കാശ് കൊടുത്താൽ കിട്ടും. അത് മാസം അതിൻ്റെ ആ നികുതി അടക്കം വേണം. നികുതി അടച്ചില്ലെങ്കിൽ ഈ ശൈത്താൻ തന്നെ ഇവരെ ഉപദ്രവിക്കുകയും ചെയ്യും. അങ്ങനത്തെ ചില കേസുകൾ ഇവിടെ വരാറുണ്ട്, എൻ്റെ അടുക്ക വരാറുണ്ട്. നികുതി അടക്കാണ്ട് ശൈത്താൻ അപകടം ഉണ്ടാക്കിയത്. അങ്ങനത്തെ കേസോ ഞാൻ പറയും, നിങ്ങൾ ഇവിടെ വന്നിട്ട് കാര്യമില്ല, അതൊന്നും എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, പറഞ്ഞേക്കലാണ് അവരെ, ഞാൻ ഏറ്റെടുക്കാറില്ല. അപ്പം ഇങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും വരാനിടയുണ്ട്. അപ്പം അമിതമായ വിശ്വാസത്തിലൂടെ അത്ഭുത കാഴ്ചയുടെ പുറകിലേക്ക് പോകുമ്പോൾ അതാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഏറെക്കുറെ ഒരു സംക്ഷിപ്തമായ രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത്തരം വൈബ് പറയുന്ന ഭാവി പറയുന്ന ആളുകളെ വിശ്വസിക്കേണ്ട. എത്രയൊക്കെ അനുഭവങ്ങളുണ്ടെന്നറിയാമോ? ആ ഖിദർ നബിനൊക്കെ ബസ് സ്റ്റാൻഡിൽ കണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു തമയനെ കണ്ട ഒരു മുസ്ലിം, വലിയ കായ്പ മുസ്ലിമാണ്. എന്നോട് ഞാൻ ഖിദർ നബിനെ കണ്ടു, തമയൻ്റെ കോലത്തിൽ അത്ര വന്ന്. ഞാൻ നിങ്ങൾക്ക് വട്ടാണ്. ഖിദർ നബിനെ കാണാൻ ആർക്കാ പറ്റുക? ഖിദർ നബിനെ കാണണമെന്നുണ്ടെങ്കിൽ നാളത്തേക്കുള്ള ഭക്ഷണം അല്ലെങ്കിൽ ചെലവിനുള്ള കാശ് നമ്മുടെ കയ്യിൽ നിന്ന് സൂക്ഷിപ്പില്ലാത്ത ആൾക്കേ കാണാൻ പറ്റുമെന്ന് ഇമാം ഷെഹറാനി തങ്ങൾ പറയും. ഇയാൾ ബസ് സ്റ്റാൻഡിലൊക്കെ ഖിദർ നബിനെ കാണുന്നത്. അപ്പം അങ്ങനത്തെ കുറേ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പടർന്നിട്ടുണ്ട്. ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിന്നുകളെ സേവകളും അതുപോലെ തന്നെ അത്ഭുത പ്രക്രിയകൾ, കള്ളശേഖന്മാർ, കള്ള തെരീക്കത്തുകളൊക്കെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നമ്മുടെ വിശ്വാസ പ്രമാണം സൂക്ഷിക്കാൻ നാം തന്നെയാണെന്ന് ഓർമ്മ വേണം. നമ്മുടെ ആ ശറഇൻ്റെ വിധിക്ക് നിയമത്തിനും അതീതമായി കൊണ്ട് എന്ത് വന്നാലും അതിനെ നാം തള്ളിക്കയറാൻ എത്ര അത്ഭുതം കാണിച്ച ആളായാലും വരില്ല. ഖുത്ബുൽ അഖ്താബ് ആണെങ്കിലും ശരിയാണ്, അംഗീകരിക്കേണ്ടതില്ല. ഖുത്ബുൽ അഖ്താബ് ആണെങ്കിലും ശരിയാണ്, എത്ര അത്ഭുതം കാണിച്ച ആളാണെങ്കിലും ശരിയാ, അംഗീകരിക്കേണ്ടതില്ല. അള്ളാഹിന്റെ സഹായം നമുക്കുണ്ടാകും.
അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസ പ്രമാണത്തെ മുറുകെ പിടിക്കുക, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് അള്ളാഹുവും റസൂലും കൽപ്പിച്ച നിസ്കാരം, ദിക്റുകൾ ഇതൊക്കെ പതിവാക്കി വന്നാൽ മറ്റാരുടെയും സഹായം വേണ്ട, നമുക്ക് അള്ളാഹുവിൻ്റെ കാവല് തന്നെയുണ്ട്. അതേ ബഹുമാനപ്പെട്ട പുണ്യപ്രവാചകൻ പറഞ്ഞു, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് 3 വട്ടം വീതം രാവിലെയും വൈകിട്ടും പതിവാക്കി വന്നാൽ അവന് ഇത്തരം ഷർറുകളൊന്നും ഏൽക്കൂലെന്ന് അല്ലാഹു റസൂൽ പറഞ്ഞെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ സേഫ്റ്റി, അത് തന്നെയാണ് മുറുകെ പിടിക്കേണ്ടത്. അള്ളാഹു എന്ന ചിന്തയിലൂടെ ജീവിക്കാൻ തയ്യാറാകുക. സദാസമയത്തും അള്ളാഹ് എന്ന ബോധം കഴിവിന്റെ പരമാവധി ഖൽബിൽ പ്രതിഷ്ഠിക്കാൻ നാം തയ്യാറായാൽ ഒരൊറ്റ ജിന്നും ശൈത്താനും ഇൻസും തന്നെ അടുക്കുന്നതല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അങ്ങനെ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ കഴിയാത്ത ആളുകൾക്ക് അതിൻ്റെതായ പ്രായശ്ചിത്തങ്ങളും പ്രതിവിധിയും ഇസ്ലാമിൻ്റെ ഉലമാക്കൾ തന്നെ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസുൽ ബൂരി റളിയല്ലാഹു അൻഹു പോലുള്ള മഹാന്മാർ രേഖപ്പെടുത്തി വെച്ച, അവർ സനദ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ രേഖപ്പെടുത്തി വെച്ച ഇമാം ബൂരി റളിയല്ലാഹു അൻഹു സനദ് ചെന്നെത്തുന്നത് ബഹുമാനപ്പെട്ട മഹാനായ ഹസൻ റളിയല്ലാഹു ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിലേക്കാണ് ചെന്നെത്തുന്നത്. അങ്ങനത്തെ സനദ് മുത്തസിലായ രൂപത്തിലുള്ള ഇമാമുകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല അബുൽ അബ്ബാസുൽ ബൂനി റളിയല്ലാഹു അൻഹു തങ്ങൾ കിബാറുൽ ഔലിയാക്കൾ അഥവാ പ്രധാനപ്പെട്ട ഔലിയാക്കൾ ഗണത്തിൽ പെട്ടയാളാണ് എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി തൻ്റെ ജാമിഉ കറാമാത്തിൽ ഔലിയാ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ അത് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അത് മുകളിൽ പിടിച്ചാൽ മതി. അതിന് സനതുണ്ട്. ഹസൻ ബസ്രി തങ്ങളിലേക്ക് എത്തുന്ന സനതുണ്ട്. അതുപോലെ തന്നെ ഈ അബുൽ അബ്ബാസുൽ ബൂനി ഔലിയാക്കപ്പെട്ട ആളാണെന്ന് യൂസുഫ് നബ്ഹാനിയുടെ സർട്ടിഫിക്കറ്റ് പിന്നെ എന്തിനാ നമ്മൾ പേടിക്കണം? അന്നലക്ക് റൂട്ടിലൂടെ പോകാമെന്നല്ലാതെ ഈ ജന്നി സേവ ശൈത്താൻ സേവ അവിടെ നിന്ന് പോകേണ്ട. അള്ളാഹു അത്തരം ഭദ്രവും നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. സമൂഹത്തെ കാത്തിരക്ഷിക്കുമാറാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇനി നായത്തെ ഷരീഫുണ്ട്, അത് നല്ല 2 പാട്ടേ ഉള്ളൂ, അത് കേട്ടിട്ടേ നിങ്ങൾ പോകാവൂ. അള്ളാഹു നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. പറഞ്ഞതും കേട്ട് നമുക്കൊക്കെ